ഞാനവിടെ UPSC ചെയർമാൻ സെക്രട്ടറി ആയിരിക്കും ചെയ്യുമ്പോൾ ഇവിടുന്ന് ഒരാൾ എന്നെ വിളിച്ചു. അല്ല, ഇന്ന് അവിടെ IAS ഇൻ്റർവ്യൂ നടക്കുകയല്ലേ. ഞാൻ പറയാതെ നമ്മുടെ ഒരു കാൻഡിഡേറ്റ് ഉണ്ട് കേട്ടോ, ഒന്ന് പറഞ്ഞേക്കണേ. ഞാൻ പറയാം, ഞാൻ ഈ ഫോൺ ഇപ്പോൾ ഡിസ്കണക്ട് ചെയ്യണം, കാരണം ഇങ്ങനെ ഒരു വിളിച്ചു എന്ന് പറയാം എൻ്റെ ജോലിയും പോകും, നിങ്ങളകത്തും ആവും. കാരണം ഇവിടെ ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇത് മാത്രമല്ല, ഏത് കാൻഡിഡേറ്റ് ഏത് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പാകെ പോകുന്നു എന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് അവിടുത്തെ സിസ്റ്റം. ബ്ലഫ് അപ്പോൾ അത് ഞാൻ പഠിച്ച പാഠം എന്ന് പറഞ്ഞാൽ ഡു നോട്ട് ബ്ലഫ്. അറിഞ്ഞുകൂടെങ്കിൽ അറിഞ്ഞുകൂടാ എന്ന് പറയുന്നതാണ്. എത്ര നല്ല ഇംഗ്ലീഷിൽ ബ്ലഫ് ചെയ്താലും ബ്ലഫ് പിടിക്കും. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ഉള്ളതെന്ന് ഇപ്പോൾ ബാധകമല്ല. യു ആർ നോട്ട് ഇൻ ദ സർവീസ്, യു ആർ ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ്സ്. ഈ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം രാഷ്ട്രീയമായിട്ട് ശരിയാണോ അല്ലയോ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ബി ബ്രേവ്, കൃത്യമായിട്ട് പറയുക. പക്ഷേ എന്ത് പറഞ്ഞാൽ അത് ഡിഫെൻഡ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. ഒരു വലിയ വിഷണറി കൂടിയായ MLA ശ്രീ നജീബ് കാന്തപുരം, അദ്ദേഹത്തിൻ്റെ വിഷനാണ് ഇന്നിപ്പോൾ ഈ അക്കാഡമിയായിട്ട് രൂപം പ്രാപിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായിരിക്കുന്നു. ഇവരെല്ലാം ഇപ്പോൾ ഇൻ്റർവ്യൂവിന് ക്ഷണം കിട്ടിയവരല്ലേ. അപ്പോൾ എന്നോട് ഈ അക്കാഡമിയുടെ തുടക്കം തൊട്ടുള്ള പ്രവർത്തനമൊക്കെ ഞാൻ കുറച്ചൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ട് ഇതിൻ്റെ മെൻറ്ററായിരിക്കുന്നതിനൊക്കെ എനിക്ക് സാങ്കേതിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ബന്ധപ്പെട്ടില്ല. പക്ഷേ എങ്കിലും വൈകാരികമായിട്ട് ഇതിൻ്റെ പ്രവർത്തനവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നിങ്ങളെത്രയും പേരെ ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചിരിക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ല. ഇൻ്റർവ്യൂ വരെ എത്തുക എന്നുള്ളത് തന്നെ ഇറ്റ്സ് എ മേജർ അച്ചീവ്മെൻറ്റ്. കാരണം എത്ര പേരെ പുറകിലാക്കിയിട്ടാണ് നമ്മളവിടെ എത്തിയത് എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അഭിമാനത്തോടൊപ്പം ആശങ്കകളും ഉള്ളൊരു സമയമാണ്. ഇനി ഇവിടം വരെ എത്തിയിട്ട് ഇനി അപ്പുറം കിടക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്നോടിവിടെ 1-to-1 ഇൻ്റർവ്യൂ, മോക്ക് ഇൻ്റർവ്യൂവിൽ ഇരിക്കാനാണ് എന്നോട് പറഞ്ഞത്. മോക്ക് ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്നതിനോട് വ്യക്തിപരമായി എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ ഇറ്റ്സ് എ വെരി സീരിയസ് അഫെയർ. നമ്മൾ മോക്ക് ഇൻ്റർവ്യൂവിൽ ഇരുന്നിട്ട് പറയുന്ന ഓരോ കാര്യത്തിനും വലിയ പ്രാധാന്യമാണ് കുട്ടികൾ കൊടുക്കുക. അത് നമ്മളൊരു ട്രെയിൻഡ് ഇൻ്റർവ്യൂവറൊന്നും അല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞാൽ അത് ഡാമേജിങ് ആവുന്നൊരു വലിയ ഭയമുള്ള ഒരാളാണ് ഞാൻ. അതിനേക്കാൾ നല്ലത് ഞാൻ വിചാരിച്ചു നിങ്ങളോട് ഹൗ ടു ഫേസ് എൻ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇത് ഇൻ്റർവ്യൂ എന്നുള്ളതിനേക്കാളും പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ് അവർ പറയുന്നത്. PT പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളോട് സംസാരിക്കാൻ 2-3 യോഗ്യതകളൊക്കെ എനിക്കുള്ളതായിട്ട് എനിക്ക് തോന്നി. ഒന്ന്, ഞാനിത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇത് കടന്നു എന്നുള്ളത്. അത് 78 ബാച്ചാണ് ഞാൻ. 78 ആദ്യമായിരുന്നു ഇൻ്റർവ്യൂ എന്നാണ് എൻ്റെ ഓർമ്മ. ദാറ്റ് ഈസ് ഒരു ഏൻഷ്യൻ്റ് കാലഘട്ടമാണെന്ന് ആലോചിച്ചുള്ളൂ. 78 എന്ന് പറഞ്ഞ കാലം എത്രയായി. അപ്പോൾ അത് കടന്നു എന്നുള്ളത് ഒന്ന്. 2, പിന്നെ രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ UPSCയിൽ കുറച്ച് കാലം ജോലി ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഞാൻ സെൻട്രൽ ഡെപ്യൂട്ടേഷന് ഇങ്ങനെ പേര് കൊടുത്തിട്ട് എനിക്ക് മിനിസ്ട്രിയിൽ കിട്ടാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് ആദ്യം ഉണ്ടായി. ഫോർ സം റീസൺ പറഞ്ഞാൽ. അപ്പോൾ ഒരു വർഷം എനിക്ക് UPSC ആണ് എന്നെ പിക്കപ്പ് ചെയ്തത്. അവിടെ കൺട്രോളർ ഓഫ് അഡീഷണൽ സെക്രട്ടറിയാണ്, ജോയിൻറ്റ് സെക്രട്ടറി റാങ്കിലാണെങ്കിലും അഡീഷണൽ സെക്രട്ടറി UPSC ഇൻ ചാർജ് ഓഫ് എക്സാമിനേഷൻ, കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ. അങ്ങനെ ഞാൻ 2001-ലോ 2002-ലോ സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ കൺട്രോളർ ഓഫ് എക്സാമിനേഷന് ഞാനായിരുന്നു. കൺട്രോളർ ഓഫ് എക്സാമിനേഷനായി അങ്ങനെ ആകുമ്പോഴാണ് UPSC എന്തുമാത്രം ഒരു മികച്ച സ്ഥാപനമാണെന്ന്. എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ പറയും അതൊക്കെ സ്വാധീനമുള്ളവരൊക്കെ ഇൻ്റർവ്യൂവിൽ കയറും. ഇത്തരത്തിലുള്ള ഒരു വ്യാജ ഉക്തികളിലും വിശ്വസിക്കരുത്. UPSC is one of the finest institutions which believes in integrity, which believes in fairness, which believes in absolutely വെൽ ഇൻ്റഗ്രിറ്റി ഉള്ള സിസ്റ്റംസ്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് മനസ്സിലായി അവിടുത്തെ ഇൻ്റർവ്യൂ എന്നൊക്കെ പറയുന്നത് ഇറ്റ് കനോട്ട് ബി ബെറ്റർ. അത്രയും മാത്രം ഒബ്ജക്റ്റിവിറ്റി അതിനകത്തുണ്ട്. ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്ന ആളുകളോട് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ വായിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്കും എനിക്ക് നിങ്ങളോട് അത് പങ്കിടാൻ സാധിക്കും. പലരും നിങ്ങളോട് പറയും, ഇനിയിപ്പോൾ വരുന്നവരൊക്കെ പറയുമായിരിക്കും. പക്ഷേ എങ്കിൽ UPSCയിൽ കൺട്രോളർ ഓഫ് എക്സാമിനേഷനായിരുന്നു ഞാൻ മാത്രമേ ഇപ്പോൾ തൽക്കാലം ഉള്ളൂ. പറയുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ ഗിവൺ ടു ദി ഇൻ്റർവ്യൂ ബോർഡ്. ഞാൻ പിന്നീട് 2012-ലോ 2013-ലോ അന്നത്തെ സിവിൽ സർവീസിൻ്റെ ഇൻ്റർവ്യൂവിൽ എന്നെ എക്സ്പേർട്ടായിട്ട് വിളിക്കുകയും ചെയ്തു. അപ്പോൾ ഇൻ്റർവ്യൂവിന് കൊടുക്കുന്ന നിർദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഇൻ്റർവ്യൂ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എൻ ഒക്കേഷൻ ടു അസസ് ദി അക്കാഡമിക് ബ്രില്യൻസ് ഓഫ് ദി സ്റ്റുഡൻറ്റ് കാൻഡിഡേറ്റിൻ്റെ അക്കാഡമിക് അറിവ് ടെസ്റ്റ് ചെയ്യാനുള്ള അവസരമായി ഇതിനെ മാറ്റരുത്. എന്ന് പറഞ്ഞാൽ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കരുതെന്നല്ല, ചോദിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ കുട്ടി ആ കാൻഡിഡേറ്റ് എങ്ങനെ അത് റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടി ചോദിക്കണം. അല്ലാതെ
നിങ്ങൾക്ക് ഈ വിഷയം അറിയാമോ, ഈ ഓഥറെ വായിച്ചിട്ടുണ്ടോ, ആ തിയറി കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട സമയം ചോദിച്ചോളൂ. അതിൽ തെറ്റുത്തരം പറഞ്ഞാൽ പോലും ദി കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് ബി, അത് കാൻഡിഡേറ്റിനെതിരായിട്ട് വരാൻ പാടില്ല. ഓൺ ദി അതർ ഹാൻഡ്, ദ ഹോൾ പർപ്പസ് ഓഫ് ദി ഇൻ്റർവ്യൂ ഈസ് ടു അസസ് ദ പേഴ്സണാലിറ്റി കോമ്പസിഷൻ ഓഫ് ദ കാൻഡിഡേറ്റ്. ഈ കാൻഡിഡേറ്റ് സിവിൽ സർവീസിന് സ്യൂട്ടബിളാണോ, അയാളുടെ അക്കാഡമിക്കൊക്കെ കൊള്ളാം, അതെല്ലാം കഴിഞ്ഞു, നിങ്ങളൊരു ത്രഷോൾഡ് കഴിഞ്ഞ് ഇപ്പുറത്തെടുത്തിട്ടു, ഇനി ഇതിനകത്തുനിന്ന് സെലക്ഷൻ വരുമ്പോഴത്തേക്ക് രണ്ടും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് വി ഷുഡ് ഗെറ്റ് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്. അവിടെ ഇയാളുടെ പേഴ്സണാലിറ്റി, ഇയാളുടെ അപ്രോച്ച് ടു പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ജീവിതത്തിനോടുള്ള മനോഭാവം, മനുഷ്യരോടുള്ള മനോഭാവം, ഹൗ ഹി ഫേസസ് എ ക്രൈസിസ്, ഇയാൾക്ക് അഭിപ്രായ സ്ഥിരതയാണോ, അഭിപ്രായത്തിന് ഫ്ലെക്സിബിലിറ്റി ആണോ, വാട്ട് ഈസ് ദി കോമ്പസിഷൻ, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അസസിങ് എ പേഴ്സൺ ആസ് എൻ ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് ഒരു സിവിൽ സർവൻ്റായി ഇരിക്കുന്നതിനുള്ള വേണ്ട വൈയക്തികമായ റിഫ്ലെക്സസ് ഉണ്ടോ? ആർ യു ഡ്രിവൺ ബൈ സർട്ടൻ വാല്യൂസ് വിച്ച് ആർ ഗുഡ് ഫോർ എ സിവിൽ സർവൻറ്റ് ഓർ വിച്ച് ആർ നെസസറി ഫോർ എ സിവിൽ സർവൻറ്റ്? ഹൗ ഗുഡ് ആൻ ഓഫീസർ യു വിൽ ബി എന്നുള്ളത് നമുക്ക് ആ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ അറിയാം. അതും നിങ്ങളുടെ മറ്റേ മാർക്കും കൂടെ കൂട്ടുമ്പോഴാണ് റാങ്ക് വരുന്നത്. വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ്, ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നും തന്നെ ഇല്ല. ഞാനത് ഡിഫീറ്റിസ്റ്റിക്കായിട്ട് പറയുകയല്ല. ഇഫ് ദേ ആർ ട്രൈങ് ടു അസസ് യുവർ പേഴ്സണാലിറ്റി ഈസ് ഓൾറെഡി ഫോംഡ്. മനസ്സിലായില്ലേ? നമുക്കിനി ഈ 10 ദിവസം കൊണ്ടോ 15 ദിവസം കൊണ്ടോ പേഴ്സണാലിറ്റി മാറ്റിയെടുക്കാൻ സാധ്യമല്ല. പിന്നെ എന്ത് സാധിക്കും ഈ മോക്ക് ഇൻ്റർവ്യൂവിലും ഇത്തരത്തിലുള്ള ഇൻറ്ററാക്ഷനിലും കൂടെ സാധിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, നമ്മളിൽ ഉള്ള നോൺ സിവിൽ സർവീസ് ലൈക്ക് ക്വാളിറ്റീസ് വല്ലതും ഉണ്ട് എങ്കിൽ അത് സ്വയം അനലൈസ് ചെയ്ത് നമ്മൾ തന്നെ അറിയാതെ പരിശീലിച്ചു പോകുന്നതും നമ്മളുടെ ചില റിഫ്ലെക്സുകൾ, ചില കണ്ടീഷൻഡ് റിഫ്ലെക്സസ് ഉണ്ട് നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ചിന്തയിലൊക്കെ തന്നെ ദർ ആർ സർട്ടൻ അക്വയർഡ് കണ്ടീഷൻഡ് റിഫ്ലെക്സസ് ആൻഡ് സർട്ടൻ ഡിസ്റ്റോർഷൻസ്. അതെല്ലാവരിലും ഉണ്ട്. നമുക്ക് യോജിക്കാൻ വയ്യാത്ത ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ നമ്മൾ ചൂടാവും, നമുക്ക് ദേഷ്യം വരും, അയാളെ പിന്നെ ശത്രുവായിട്ട് കാണും. ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും ഉള്ള സ്വഭാവ ദൂഷ്യങ്ങളാണ്. അത് നമുക്കുണ്ട്, എല്ലാവർക്കും ഉണ്ടിത്. ഈ പീരിയഡ് ഫ്രം നൗ ഓൺവേർഡ്സ് ടിൽ യു ഫേസ് ദ ഇൻ്റർവ്യൂ, ഡോണ്ട് ബി ഇൻ നിങ്ങൾക്ക് ടെൻഷൻ്റെ ആവശ്യമില്ല, നിസ്സഹായതയുടെയും ആവശ്യമില്ല. നേരെ മറിച്ച് ദിസ് ഈസ് ദ പീരിയഡ് വെയർ യു ഹാവ് ടു ഇൻട്രോസ്പെക്റ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് എക്സാക്ട്ലി ആർ ദോസ് ക്വാളിറ്റീസ് വിച്ച് ഐ ഷുഡ് പ്രൊജക്റ്റ്. എൻ്റെ സ്വഭാവത്തിലെ നല്ല ക്വാളിറ്റീസ്, ഒരു ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ് എന്താണ്, അതിന് ഹൈലൈറ്റ് ചെയ്യുക. ഇഫ് യു ഹാവ് സം ഡിഫിക്കൽട്ട് ഏരിയാസ് ഉണ്ടെങ്കിൽ അതിനെ മിനിമൈസ് ചെയ്യുകയോ കൺട്രോളിൽ വയ്ക്കുകയോ ബോധപൂർവ്വം നിയന്ത്രിക്കുകയോ ചെയ്യുക. അതൊന്നും എടുത്ത് കളയാനൊന്നും പറ്റില്ല 10 ദിവസം കൊണ്ട്. ഇൻ ദ ലോങ് റൺ യെസ്, ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അതെല്ലാം ജീവിതം അതിനെയൊക്കെ ശരിയാക്കി എടുക്കും. പക്ഷേ ഈ 15 ദിവസം കൊണ്ട് ഇത് ശരിയാവില്ല. 15 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മളുടെ പേഴ്സണാലിറ്റിയെ പറ്റി യു ഷുഡ് പുട്ട് യുവർ പേഴ്സണാലിറ്റി അണ്ടർ എ സ്കാനർ. ദാറ്റ് ഈസ് വാട്ട് യു ഷുഡ്. നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഓരോ സിറ്റുവേഷനിലും നമ്മൾ എങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നു, ഹൗ ഡു വി റിലേറ്റ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു, ഓരോ സിറ്റുവേഷനിലും നമ്മൾ എങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നു, ഓരോ സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോഴും നിങ്ങളത് ഓപ്റ്റിമിസത്തോടു കൂടി ചെയ്യുന്നു, അതോ പെസിമിസത്തോടു കൂടി ചെയ്യുന്നുവോ, അതോ നെഗറ്റീവായിട്ട് സിനിസിസത്തോടു കൂടി ചെയ്യുന്നുവോ? പ്രോബ്ലംസ് നമ്മൾ വെൻ വി എൻകൗണ്ടർ പ്രോബ്ലംസ്, ഹൗ ഡു യു റിയാക്ട്? ഡു യു ഗിവ് അപ്പ് ഓർ ഡു യു സർക്കമെൻറ്റ് ഓർ ഡു യു ഫേസ് ഇറ്റ് സ്ക്വയർലി? ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ ചോദ്യത്തിലൂടെ അത് വളരെ നൈസർഗികമായിട്ട് ചോദിക്കാൻ കഴിവുള്ളവരെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഫെയർലി എക്സ്പീരിയൻസ്ഡ് പീപ്പിൾ, സിവിൽ സർവൻസ് മാത്രമല്ല അക്കാഡമിക്സ് വരും. അങ്ങനെയുള്ള ആളുകൾ നിങ്ങളിലൂടെ ഒരു ഡയലോഗിലൂടെ, ഇറ്റ് ഈസ് നോട്ട് ഒരു വലിയൊരു റിഗറസ് ഇൻ്റർവ്യൂ എന്ന് വിചാരിക്കേണ്ട. ഇറ്റ് ഈസ് എ കോൺവെർസേഷൻ ബൈ വിച്ച് ദി ഇൻ്റർവ്യൂ ബോർഡ് ഈസ് ട്രൈങ് ടു അസസ് ഓർ അസർട്ടൈൻ ദി സ്യൂട്ടബിലിറ്റി ഓഫ് യുവർ പേഴ്സണാലിറ്റി ഫോർ ദി ജോബ് ഓഫ് എ സിവിൽ സർവൻറ്റ്. അതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാന വാചകം. അതാണ് ദി പേഴ്സണാലിറ്റി ടെസ്റ്റ് ഈസ് ട്രൈങ് ടു അസസ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ്, the suitability of the personality of the candidate for being a good civil servant. അപ്പോൾ ഒരു സിവിൽ സർവൻ്റ് ആയിരിക്കുന്നതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്താണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ യു ക്യാൻ ജക്സ്റ്റപ്പോസ് യുവർ പ്രസൻറ്റ് പേഴ്സണാലിറ്റി, നിങ്ങളുടെ വ്യക്തിത്വവും
ഒരു സിവിൽ സർവൻറ്റിന് വേണ്ടത് എന്ന് നമുക്ക് തോന്നുന്ന ആട്രിബ്യൂട്ട്സും കൂടി ജക്സ്റ്റപ്പോസ് ചെയ്താൽ that picture will give you a clear indication as to what are the elements which don't fit in. What are the elements which squarely fit in? അത് കൊള്ളാം, അതെൻ്റെ സ്വഭാവത്തിൽ നല്ലൊരു ശീലമാണ്. ഉദാഹരണത്തിന് നമുക്ക് പെട്ടെന്ന് നിരാശ വരുന്ന ഒരാളാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് ക്വാളിറ്റി. നിരാശ വന്നുകൊണ്ടേയിരിക്കുമല്ലോ ജീവിതത്തിൽ. ആ നിരാശയ്ക്ക് അപ്പുറം പോകാനുള്ള വെർസറ്റാലിറ്റി ഉണ്ടോ, റെസിലിയൻസ് ഉണ്ടോ? അപ്പോൾ ഇത് ഒരു ഇൻ്റർവ്യൂവിൽ, അതാണ് ഞാൻ മോക്ക് ഇൻ്റർവ്യൂവിൽ ഇരിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ യു കനോട്ട് അസസ് എ പേഴ്സൺ ഇൻ 20 minutes or half an hour because the candidate also has his capability to conceal his negative qualities. നമ്മൾ പഠിക്കുമല്ലോ അത്. പക്ഷേ ഇൻ്റർവ്യൂവിൽ അത് ഫലിക്കില്ല. ഇൻ്റർവ്യൂവിൽ ഡെഫിനറ്റ്ലി ദേ ക്രോസ് ചെക്ക് ആൻഡ് ബ്രിങ് ഔട്ട് നമ്മുടെ ഫോൾട്ട് ലൈൻസ് എന്താണ്, വൾണറബിലിറ്റീസ് എന്താണ് എന്നുള്ളത് വളരെ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കാനുള്ള കഴിവ് ഇൻ്റർവ്യൂ ബോർഡിനുണ്ട്. സോ യു കനോട്ട് ചീറ്റ് ദം. You cannot cheat and pretend that you are a wonderful person. If you are not a wonderful person, you are not a wonderful person. It will be known. So the basic point is, ഈ നിങ്ങൾക്ക് ഉള്ള പേഴ്സണാലിറ്റിയെ വെളിപ്പെടുത്താനേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേഴ്സണാലിറ്റിയിലെ നെഗറ്റീവ് ആസ്പെക്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ട്രൈ ടു കീപ് ദം അണ്ടർ കൺട്രോൾ, അണ്ടർ ചെക്ക് ആൻഡ് ബി അവെയർ ദറ്റ് യെസ് എനിക്കിങ്ങനൊരു സുഖേടുണ്ട്. ആരെങ്കിലും എന്നെ കൺഫ്രണ്ട് ചെയ്താൽ എനിക്ക് ഞാൻ ചൂടാവും, അല്ലെങ്കിൽ ദേഷ്യം വരും, അയാളോട് ഞാൻ കലഹിക്കും, ആർഗ്യൂ ചെയ്യും, ഐ ബിക്കം ഡിപ്രസ്ഡ്. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാനൊരു ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ ഇപ്പോൾ വളരെ കോൺട്രവേഴ്സിയലായിട്ടുള്ള ഈ നമ്മുടെ നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറെ നമ്മൾ തെളിവെടുത്തു ഈ പ്രശ്നത്തിന് ശേഷം. പിള്ളേരോടൊക്കെ സംസാരിച്ചതിന് ശേഷം വി വോണ്ടഡ് ടു ടോക്ക് ടു ഹിം. അപ്പോൾ ഞാനൊരു പേഴ്സണാലിറ്റി ട്രേറ്റാണ് പറയുന്നത്. നിങ്ങളിത് റെക്കോർഡ് ചെയ്ത് കാണിച്ചാൽ എനിക്ക് വിരോധമില്ലത്. അപ്പോൾ അയാളടുത്ത് നമ്മൾ ചോദിച്ചു, ഇങ്ങനെയൊക്കെ കുട്ടികൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഓഫീസിലെ ജീവനക്കാരെ കൊണ്ട് നിങ്ങളെ വീട്ടിൽ കക്കൂസ് കഴിയിച്ചു എന്നൊക്കെ പറയുന്നത്. ഓ അത് ശരി, അപ്പോൾ കമ്മിറ്റി ഈസ് ഓൾറെഡി കൺവിൻസ്ഡ് ദെൻ ഐ ഹാവ് നത്തിങ് മോർ ടു സേ എന്നാണ് അയാളുടെ ഉത്തരം. കമ്മിറ്റി സീംസ് ടു ബി പ്രജുഡിസ്ഡ്, സോ ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് മോർ ടു സേ എന്നാണ് ഇയാളുടെ ഉത്തരം. ഞങ്ങൾ പറഞ്ഞ അങ്ങനെയല്ലല്ലോ, ദിസ് ഈസ് വാട്ട് വി ഹാവ്, ഞങ്ങൾക്ക് കിട്ടിയ ഇൻപുട്ട് ഇതാണ്. വി വോണ്ട് ടു ക്രോസ് ചെക്ക് വിത്ത് ദിസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു ടു ഡിഫെൻഡ് ആൻഡ് എക്സ്പ്ലെയിൻ. അതല്ലാതെ നിങ്ങൾ പറയില്ല എന്ന് പറഞ്ഞാൽ യു ആർ സ്പോയിലിംഗ് യുവർ കേസ്. ടിപ്പിക്കൽ കേസാണ്. എല്ലാവരും നമ്മൾ UPSC ഇൻ്റർവ്യൂ പോയാൽ ഇങ്ങനെ ആരും സംസാരിക്കില്ല. എങ്കിലും ഞാൻ പറയുന്നത് ഈ ഒരു സ്വഭാവം നമ്മളിലെല്ലാം ഉണ്ട്. മറ്റേയാളിന് നമ്മുടെ അഭിപ്രായം അല്ല എങ്കിൽ അവനോട് നമ്മൾ നിസ്സഹകരിക്കുക, അവനെ നിസ്സാരവൽക്കരിക്കുക, ഇവൻ നമുക്ക് ശത്രുവാണെന്ന് വിചാരിച്ച് സംസാരിക്കുക. ദാറ്റ് ഈസ് നോട്ട് ദ തിങ്. ഇയാൾ ചെയ്യേണ്ടിരുന്നത് എന്താണ്? ഹീ ഷുഡ് ഹാവ് ബൈ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ടോൾഡ് us that this is not the truth. ആ അവസരം നഷ്ടപ്പെടുത്തി. അതെന്താണ് കാണിക്കുന്നത്? ഹിസ് പേഴ്സണാലിറ്റി ട്രേറ്റ് ടു ബി റിയാക്റ്റീവ്, ടു ബി ഇമോഷണൽ ആൻഡ് സ്പോയിൽ ദ ഷോ. നമ്മളിലെല്ലാം ഈ സ്വഭാവം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. വീട്ടിൽ നമ്മളിത് കാണിച്ചാൽ കുഴപ്പമില്ല, മാർക്കില്ലല്ലോ. വീട്ടിൽ പിന്നെ മാർക്കിടേണ്ട കാര്യമില്ല. വേറെ അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഈ ദിവസങ്ങളിൽ യു ഹാവ് ടു ബി ഹൈലി ഇൻട്രോസ്പെക്റ്റീവ് ആസ് ഫാർ ആസ് യു ആർ കൺസേൺ. ദെൻ മറ്റൊരു പരിശോധന നടത്തേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരിചയമുള്ള സിവിൽ സർവൻസിനെയും, എല്ലാവരും മാതൃകകളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് പരിചയമുള്ളതോ കേരളത്തിലുള്ളതോ ഇന്ത്യയിലുള്ളതോ ആയിട്ടുള്ള എല്ലാ സിവിൽ സർവൻസും മാതൃകയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇവരൊക്കെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എങ്ങനെ ക്ലിയർ ചെയ്തു നമ്മൾ ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോഴും സർവീസിലുണ്ട്. സോ ഓൾ ഓഫ് ദം ആർ നോട്ട് മോഡൽസ്. ദേ മൈറ്റ് ബി സക്സസ്ഫുൾ ബട്ട് ദേ ആർ നോട്ട് മോഡൽസ്. നിങ്ങൾ മോഡൽസ് ആക്കേണ്ടത് ഹു ഹാവ് കണ്ടക്റ്റഡ് ദംസെൽസ് വെൽ. ഈ സമൂഹത്തിനും ഗവൺമെൻറ്റിനും ഭാരമല്ലാത്ത രീതിയിലും അവരുടെ കോൺട്രിബ്യൂഷൻ കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ കുറേയൊക്കെ പരിഹരിക്കുന്നതിനൊക്കെ ആരൊക്കെ സഹായിച്ചു. ഒരു കളക്ടറായിരിക്കുമ്പോഴോ സബ് കളക്ടറായിരിക്കുമ്പോൾ നാട്ടുകാരോടുള്ള പെരുമാറ്റത്തിൽ, കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിനകത്തുള്ള കഴിവിൽ, രാഷ്ട്രീയ നേതൃത്വവുമായിട്ടുള്ള ബന്ധത്തിൽ ഒക്കെ തന്നെ ആംഗുലാരിറ്റീസ് ഇല്ലാതെ, ആംഗുലാരിറ്റീസ് കാണിച്ച് സുരേഷ് ഗോപി സിനിമയിൽ കാണിക്കുന്ന പോലെ ബഹളം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ഫുൾ ക്യാൻ ഡു ഇറ്റ്. അതല്ല നമ്മുടെ ജോലി. ഈ കാണുന്നതിനോടൊക്കെ ഗുസ്തി പിടിക്കുക, മസിൽ പിടിക്കുക എന്നുള്ളതല്ല ജോലി. ലൈഫ് ഈസ് നോട്ട് ആൻ ഐഡിയൽ സിറ്റുവേഷൻ. ലൈഫ് ഈസ് ഫുൾ ഓഫ് ചാലഞ്ചസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്സ്, എവറിത്തിങ് ആർ ദെയർ. എവറിത്തിങ് ഈസ് ദെയർ. ഓൾ ദീസ് അഡ്വേഴ്സ് ഫാക്ടേഴ്സ് ആർ റിയാലിറ്റി. നമുക്കിഷ്ടമില്ലാത്ത ആളുകളുണ്ടാവും, ഇഷ്ടമില്ലാത്ത തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടാവും, അഴിമതിക്കാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ട്രാപ്സ് ഉണ്ടാവും, നമ്മളെ കൊടുക്കാൻ ശ്രമിക്കുന്നവരുണ്ടാവും, തികച്ചും തെറ്റായ കാര്യത്തിന് വേണ്ടി ശരിയായ കാര്യം എന്ന് പറയും നമ്മുടെ മുമ്പിൽ വന്ന് അഭിനയിക്കുന്നവരുണ്ടാവും, നമ്മുടെ കൂടെ തന്നെയുള്ളവരിൽ അഴിമതിക്കാരുണ്ടാവും. സോ ഇറ്റ്സ് ഫ്രോട്ട് വിത്ത് ഡേഞ്ചർ. അതിനെപ്പറ്റി സംശയമൊന്നുമില്ല. ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപി മോഡലിൽ എല്ലാവരെയും അടിക്കുകയും പിടിക്കുകയും ചെയ്തുകൊണ്ട് നടക്കലാണോ? യു ഹാവ് ടു നെഗോഷിയേറ്റ് ലൈഫ് ആസ് എ സിവിൽ സെർവൻറ്റ് എമിഡ്സ്റ്റ് ഓൾ ദീസ് നെഗറ്റീവ് ആസ്പെക്ട്സ്.
നമുക്ക് ഫേവറബിൾ അല്ലാത്ത ഒരുപാട് സാഹചര്യങ്ങളിലൂടെ നമ്മളെ ഏൽപ്പിച്ച ജോലി എങ്ങനെ ഭംഗിയായിട്ട് സ്റ്റിയർ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ലൈക്ക് എ ഗുഡ് ഡ്രൈവർ ഹു ഈസ് വെൽ ട്രെയിൻഡ് ടു നെഗോഷിയേറ്റ് ദ വെഹിക്കിൾ എമിറ്റ്സ് ചെറിയ ഇടവഴി കൂടെ ആണെങ്കിലും ചെറിയ കിടങ്ങിൽ കൂടെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ആൾക്കൂട്ടത്തിൽ കൂടെ ആണെങ്കിലും ഡാമേജ് ഇല്ലാതെ ഒരു വണ്ടി എങ്ങനെ വിദഗ്ധനായ ഒരു ഡ്രൈവർ ഉദ്ദേശിക്കാത്ത ക്രൈസിസിലൂടെ എടുത്തുകൊണ്ട് പോകുന്നുവോ അതുപോലെ നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളും സങ്കീർണതകളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. തിങ്സ് വിച്ച് യു കുഡ് നെവർ ആൻറ്റിസിപ്പേറ്റ്. നമ്മുടെ ഒരു കുറ്റം കൊണ്ടല്ല, വന്ന് ഭവിക്കുകയാണല്ലോ, നമ്മുടെ മുമ്പിൽ വന്ന് വീഴുകയാണ്. അപ്പോൾ അയ്യോ ഇതൊന്നും എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയലാണോ ഒരു സിവിൽ സർവൻറ്റിൻ്റെ ലക്ഷ്യം, ജോലി? അല്ല. കം വാട്ട് മേ ബി നെഗോഷിയേറ്റഡ് ഓൺ അവർ ഓൺ ടേംസ്. അതിന് ചില പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് പബ്ലിക്കിന് ഗുണകരമായിരിക്കണം, കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിന് അധിഷ്ഠിതമായിരിക്കണം, സാധാരണക്കാരന് ഗുണകരമായിരിക്കണം, പിന്നെ ഇറ്റ് ഷുഡ് ബി ഫെയർ, ഇറ്റ് ഷുഡ് ബി ട്രാൻസ്പെറൻറ്റ്. ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവാണ്. ആ കഴിവെന്ന് പറഞ്ഞാൽ എന്ത് വരും? ആ കഴിവെന്ന് പറഞ്ഞാൽ എന്തിലൊക്കെ അധിഷ്ഠിതമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഈഗോ മാത്രം വെച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനുള്ളൊരു കഴിവ്. ഇവൻ എന്നെ കൊച്ചാക്കി, അതുകൊണ്ട് അവനെ ഒതുക്കിയിട്ട് തന്നെ എൻ്റെ മേൽക്കാര്യം എന്ന് വിചാരിക്കുന്ന സിവിൽ സർവൻറ്റ് ഈസ് അൺഫിറ്റ്. നമ്മളുടെ സ്റ്റാഫ് മീറ്റിങ്ങിൽ നമ്മളോട് കുറച്ച് ശബ്ദമുയർത്തി സാധാരണ ഒരു ഉദ്യോഗസ്ഥൻ ജീവനക്കാരൻ സംസാരിക്കാത്ത രീതിയിൽ സംസാരിച്ച ഒരു ജീവനക്കാരൻ്റെ ഒരു പ്രൊമോഷൻ പ്രശ്നം വരുമ്പോൾ ഇവനെ ഇത്തിരി നടത്തിച്ചിട്ട് തന്നെ കാര്യമെന്ന് വിചാരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഹീ ഈസ് അൺഫിറ്റ് ടു ബി എ സിവിൽ സർവൻറ്റ്. നമുക്കിഷ്ടമില്ലാത്ത ആളാണെങ്കിൽ പോലും, നമ്മളോട് ശത്രുതയോടുകൂടി പെരുമാറിയ ആളാണെങ്കിൽ പോലും, വെൻ ഇറ്റ് കംസ് ടു എ ഡിസിഷൻ മേക്കിംഗ് വൺ ഹാസ് ടു ബി ഇംപെക്കബിളി ഫെയർ. അവിടെ അവനവൻ്റെ ഈഗോ മാറ്റി വെച്ചിട്ട് ഫെയർനെസ്സിൽ തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കണം. പിന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ജാതി, മത, രാഷ്ട്രീയ ചിന്തകളൊക്കെ തന്നെ വി ഷുഡ് ബി ഇംപെർവിയസ് ടു ദീസ് തിങ്സ്. വൺ ഹാസ് ടു റൈസ് അബൌവ് ദീസ് തിങ്സ്. ആൻഡ് പിന്നെ ഇതിനകത്ത് എത്തിക്കൽ വാല്യൂസിനെ പറ്റി ഡെഫിനറ്റ്ലി ദർ ഈസ് എൻ ആംഗിൾ ടു ദി ഇൻ്റർവ്യൂ. അത് ഡയറക്റ്റായിട്ട് ചോദിക്കില്ല എങ്കിൽ പോലും ദർ വിൽ ബി ക്വസ്റ്റ്യൻസ് വിച്ച് ആർ ആക്ച്വലി മെൻ ടു അസസ് യുവർ എത്തിക്കൽ ഫ്രെയിം വർക്ക്. നിങ്ങൾ കറപ്റ്റബിൾ ആണോ? നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ആഡംബരങ്ങളോടും ഇതിനൊക്കെ ആസക്തിയുള്ളവരാണോ? വെൻ ഇറ്റ് കംസ് ടു മൊറാലിറ്റി വേർ ആർ യു? സാധാരണക്കാരോട് നിങ്ങൾക്ക് കമ്പാഷൻ ഉണ്ടോ? ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ചോദ്യങ്ങളിലൂടെ, ലോഡഡ് ചോദ്യങ്ങളിലൂടെ വരും. അതിനകത്തൊക്കെ നമുക്ക് എങ്ങനെ പ്രതികരിക്കാമെന്ന് ചോദിച്ചാൽ ഐ വിൽ സ്റ്റോപ്പ് അറൗണ്ട് ഒരു 10:30 ആകുമ്പോൾ സോ ദാറ്റ് യു ക്യാൻ ഇൻ്ററാക്ട്. ഇതെങ്ങനെ നമുക്ക് ഇത് കൈകാര്യം ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഒന്ന്, നമുക്കില്ലാത്തൊരു പേഴ്സണാലിറ്റി അവിടെ കാണിച്ച് രക്ഷപ്പെടാം എന്ന് വിചാരിക്കരുത്. അത് ഞാൻ ആദ്യമേ പറഞ്ഞു. ദെയർഫോർ നിങ്ങളിപ്പോൾ ഡൽഹിയിലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഹൗ ടു ഫേസ് എൻ ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് കാശ് കൊടുത്ത് ആരെങ്കിലുമൊക്കെ പഠിപ്പിച്ചു തരും, ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കണം. അതൊക്കെ വേണ്ടത് ഞാൻ പറയുന്നില്ല. ടൈ കെട്ടുകയോ കെട്ടാതിരിക്കുകയോ ചെയ്തോ, സൂട്ട് ഇടുകയോ ഇടാതിരിക്കുകയോ ചെയ്തോ, പിന്നെ താടി വളർത്തുകയോ വളർത്താതിരിക്കുകയോ ചെയ്തോളൂ. ദീസ് ആർ ഓൾ ഇൻഡിവിജ്വൽ പ്രിഫറൻസ്. ഐ എം നോട്ട് സെയിങ് ദറ്റ് ദേ ആർ ഗോയിങ് ടു ഹാവ് എനി ഇഫക്റ്റ്. യു ഹാവ് ടു ബി ഡീസൻ്റ്ലി ഡ്രസ്ഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഇറ്റ് സ്യൂട്ട്സ് യുവർ പേഴ്സണാലിറ്റി. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് അനുരൂപമായ രീതിയിൽ ഡ്രസ്സ് ചെയ്യുക. ആൻഡ് പിന്നെ ഒരു സിവിൽ സർവൻറ്റ് ഈ ഡ്രസ്സിലിട്ട് വരുമോ എന്നുള്ളത് കൂടെ ആലോചിച്ചോണം. ദേ ആർ ട്രൈങ് ടു ലുക്ക് അറ്റ് യു ആസ് എ സിവിൽ സർവൻറ്റ്. ഒരു സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അവർ കാണാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ പെരുമാറ്റവും നമ്മളുടെ സ്വഭാവവും നമ്മളുടെ റിയാക്ഷൻസും ഒക്കെ തന്നെ ഒരു ഓഫീസർ ലൈക്ക് ആവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ബിക്കോസ് യു ഹാവ് നോട്ട് ബിക്കം ഓഫീസേഴ്സ് സോ ഫാർ. ഇതുവരെ നിങ്ങൾ ഓഫീസേഴ്സ് ആയിട്ടില്ല. ആവാൻ കൊള്ളാമോ എന്നാണ് പരിശോധിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഓഫീസർ ആവാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് വിളംബരം ചെയ്യരുത്. ബൈ യുവർ ഡ്രസ്, യുവർ ലുക്സ്, നിങ്ങൾ സംസാരിക്കുന്ന രീതിയിലൊക്കെ തന്നെ ഇറ്റ് ഷുഡ് ബി കോൺഫിഡൻറ്റ് ബട്ട് പ്രോപ്പർ. കോൺഫിഡൻറ്റ് ആൻഡ് പ്രോപ്പർ. അഹങ്കാരമാവരുത്, പക്ഷേ ആത്മധൈര്യം വരുന്നതിൽ തെറ്റില്ല. യു ക്യാൻ സ്റ്റിക്ക് ടു യുവർ വ്യൂസ്. കോൺട്രവേഴ്സ്യൽ വിഷയങ്ങളെപ്പറ്റി നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ധീരമായിട്ട് പറയാം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ബി പ്രിപ്പയർഡ് ടു ലിസൺ ടു ദി ഓപ്പോസിറ്റ് വ്യൂസ്. ഞാൻ ഒരിക്കലും എൻ്റെ അഭിപ്രായം മാറ്റില്ല എന്ന് പറയുന്നവൻ മണ്ടനായിട്ടാണ് നമുക്ക് ഗണിക്കാൻ പറ്റുള്ളൂ. കാരണം സിവിൽ സർവീസിൽ നമ്മുടെ അഭിപ്രായങ്ങൾ നടപ്പിലാക്കാൻ മാത്രമല്ല നമുക്ക് ജോലി. യു ഹാവ് ടു റെക്കൺസൈൽ ഡൈവേഴ്സ് ഒപ്പീനിയൻസ് ഓഫ് ഡൈവേഴ്സ് പൊളിറ്റിക്കൽ പാർട്ടീസ്, സോഷ്യൽ ഗ്രൂപ്പ്സ്, പലരുടെയും പല തരത്തിലുള്ള വിഭാഗങ്ങളെ ഏകീഭവിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ ചിലരുമായിട്ട് നമുക്ക് ശത്രുതയുണ്ടാവും, ചിലരുമായിട്ട് എതിർപ്പുണ്ടാവും, പലരും വരും. ചിലപ്പോൾ നമുക്ക് കോൺസിക്വൻസസും ഉണ്ടാവും. വരട്ടെ. വാട്ട് യു ഡു ഈസ് വാട്ട് എവർ യു ഫീൽ ഈസ് കറക്റ്റ്, യു ഡു ഇറ്റ്. അതെല്ലാം നമുക്ക് തെറ്റ് ചെയ്യാൻ സാധ്യമല്ല. അതാണ് ആ ഇംപെക്കബിൾ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. കാശ് വാങ്ങിക്കുക എന്നുള്ളത് മാത്രമല്ല, എല്ലാവരും കൈക്കൂലി വാങ്ങിക്കുക മാത്രമല്ല അഴിമതി. അത് പലരും ചെയ്യില്ലായിരിക്കും. പക്ഷേ വി മൈറ്റ് കോംപ്രമൈസ് ഓൺ അൺഎത്തിക്കൽ ഗ്രൗണ്ട്സ് വിത്ത് ഐഡിയാസ് വിച്ച് ആർ നോട്ട് ഫെയർ ഇനഫ്. അവിടെയാണ് ഇൻ്റലക്ച്വൽ ഇൻറ്റഗ്രിറ്റി വരേണ്ടത്. ഡു നോട്ട് ഡു തിങ്സ് വിച്ച് യു ആർ നോട്ട് കൺവിൻസ്ഡ്. വൺസ് യു ആർ കൺവിൻസ്ഡ് യു ഷുഡ് ബി വില്ലിംഗ് ടു
ചേഞ്ച് യുവർ വ്യൂസ് ഓൾസോ. അല്ലാതെ ഞാനൊരിക്കൽ വിശ്വസിച്ച് പോയി ഇനി ജന്മത്തിൽ മാറില്ല എന്ന് പറയുന്നത് മൂഢത്തരമാണ്. അപ്പോൾ ഫ്ലെക്സിബിലിറ്റിയും വേണം, നമുക്ക് സ്ഥിരതയും വേണം, ഫ്ലെക്സിബിലിറ്റിയും വേണം. അതൊരു ഫൈൻ മിക്സാണ്. അങ്ങനെ മാത്രമേ നിങ്ങളിപ്പോൾ കേരളത്തിൽ തന്നെ പല ഉദ്യോഗസ്ഥന്മാരെ നോക്കിയാൽ പീപ്പിൾ ഹു ആർ ഒബ്സ്റ്റിനേറ്റ് വിത്ത് ദെയർ വ്യൂസ് ഹാവ് നെവർ ബീൻ ഏബിൾ ടു സക്സീഡ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ അവർ വളരെ ഒരു ടെറൈനിലൂടെയാണ് ഈ വണ്ടി പോകുന്നത്. അവിടെ നമ്മൾ ബുൾഡോസറായിട്ട് പോയാൽ ശരിയാവില്ലല്ലോ. യു ഹാവ് ടു വഴങ്ങി കൊടുക്കേണ്ട സ്ഥലത്ത് വഴങ്ങി കൊടുക്കണം, വിതൗട്ട് കോംപ്രമൈസിങ് ഓൺ മോറൽ പ്രിൻസിപ്പിൾസ്. ഫോർ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി യു ആർ വില്ലിങ് ടു കോംപ്രമൈസ്. പക്ഷേ എൻഡ് റിസൾട്ട് നന്നാവണം. ആഫ്റ്റർ ഓൾ വാട്ട് ഈസ് എ സിവിൽ സർവൻറ്റ്? അയാളുടെ ജോലി എന്താണ്? എന്തിനാണ് ഗവൺമെൻറ് ഇത്രയും വലിയ ശമ്പളം എല്ലാം കൊടുത്ത് വലിയ സ്ഥാനമൊക്കെ തന്ന് ഒരു ട്രെയിനിങ് ഒരാളെ IAS എടുത്തിട്ട് മസൂറിയിൽ കൊണ്ടുപോയി ട്രെയിൻ ചെയ്ത് കൊണ്ടുവിടുമ്പോൾ എത്ര രൂപയാവുമെന്നാണ് നിങ്ങളുടെ വിചാരം? ഐ തിങ്ക് എവറി ഇൻഡിവിജ്വൽ വിൽ കോസ്റ്റ് നിയർലി 1 crore of rupees. ഞാൻ കണക്കൂട്ടി നോക്കിയതാണ്, നമ്മൾ ചുമ്മാ പറയുന്നതല്ല. ഇപ്പം ഞാൻ KAS ഇൻ്റർവ്യൂ നോക്കിയപ്പോഴാണ്, KAS ഞങ്ങളാണ് അവിടെ ട്രെയിൻ ചെയ്യുന്നത്, 104 പേരുണ്ട്. ഓൺ ആൻ ആവറേജ് ഐ തിങ്ക് വി മസ്റ്റ് ബി സ്പെൻഡിങ് അറൗണ്ട് 50 lakhs on them, on every one of them. ആവറേജ് എല്ലാം കൂടെ ചേർക്കുമ്പോൾ അത്രമാത്രം പൈസ നമ്മളിതിൻ്റെ മേൽ മുടക്കുകയാണ്. ട്രെയിനിങ് ഈസ് നോട്ട് എ സ്മോൾ തിങ്. വൈ ആർ വി ബീയിങ് ട്രെയിൻഡ് അറ്റ് എ ഫിനോമിനൽ കോസ്റ്റ്? മസൂറിയിൽ കൊണ്ടുപോയി ട്രെയിൻ ചെയ്ത്, ട്രെയിനിങ് എന്ന് പറയുന്നത് റിഗറസ് ട്രെയിനിങ്. ഈ ട്രെയിൻ ചെയ്ത് നിങ്ങളെ പരിശീലിപ്പിച്ചെടുക്കുന്ന എന്തിനാണ്? ഇവിടെ വന്ന് കൊടിവെച്ച കാറിൽ നടക്കാനും ബീക്കൺ ലൈറ്റ് വെച്ച് ആളാവാനും വേണ്ടിയിട്ടാണോ? സാധാരണ ജനങ്ങളുടെ മേൽ മെക്കിട്ട് കയറാനാണോ? ആളാവാൻ വേണ്ടി മാത്രമാണോ? ഞാനൊരു IAS സിംഗമാണെന്ന് പറയാൻ വേണ്ടി മാത്രമാണോ? അതിന് വേണ്ടിയിട്ടാണോ സർക്കാർ ഇത്രയും ചെയ്യുന്നത്? യു ആർ ബീയിങ് ഗ്രൂംഡ് ആൻഡ് ട്രെയിൻഡ് ടു ഡെലിവർ സർട്ടൻ സർവീസസ് ആൻഡ് പ്രോഡക്ട്സ്, അല്ലെങ്കിൽ ടു ദി പബ്ലിക്. സാധാരണ ജനങ്ങൾക്ക് ഗവൺമെൻറ് പറയുന്ന, ഇലക്റ്റഡ് ഗവൺമെൻറ്റുകൾ കാലാകാലങ്ങളിൽ പറയുന്ന പ്രവർത്തനങ്ങൾ, സേവനങ്ങൾ, പദ്ധതികൾ ഏറ്റവും ഫെയറായിട്ട് വളരെ അഡ്വേഴ്സായിട്ടുള്ള സാഹചര്യങ്ങളിലാണെങ്കിൽ പോലും അതിന് അഡ്മിനിസ്ട്രേറ്റീവ് ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും പതറാതെ കൂടെയുള്ളവരെ നമ്മളെ കൂടെ നിർത്തിക്കൊണ്ട് ടീം ലീഡറായിക്കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഇൻസ്പിറേഷണൽ ലീഡർഷിപ്പാണ് നമുക്ക് ആവശ്യം. ആ ഇൻസ്പിറേഷൻ നിങ്ങൾ കൊണ്ടുവന്നേ നോക്കുന്നുള്ളൂ. ഇൻ്റർവ്യൂ ഇസ് നത്തിങ് ബട്ട് എ പ്രോസസ് ടു ഗെറ്റ് ദ ബെസ്റ്റ് ഹു ക്യാൻ ലീഡ് ദിസ് കൺട്രി. ഇപ്പോൾ നിങ്ങൾ സബ് കളക്ടേഴ്സായിട്ട്, അസിസ്റ്റൻറ്റ് കളക്ടറിൻ്റെ ട്രെയിനിങ് ആയിട്ട് വരുന്നു, 2024, 2025 വരുന്നു. ഇൻ അനദർ 25 years യു ആർ ഗോയിങ് ടു ബി ദ സെക്രട്ടറി ടു ദ ഗവൺമെൻറ്. ഇറ്റ് ഈസ് 2050 ആകുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭരണം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ്. നമ്മുടെ കയ്യിൽ ഞാനൊക്കെ ചത്തു പോകുമ്പോഴത്തേക്ക് യങ്സ്റ്റേഴ്സ് ഹു ആർ ഗോയിങ് ടു ബി ഇൻ പൊസിഷൻസ് ഓഫ് പവർ. നമ്മുടെ മുമ്പിൽ അനേകം സംഗതികൾ വരുന്നു, ഗവൺമെൻറ് സ്കീം വരുന്നു. ആ സ്കീം പലതരത്തിൽ നടപ്പിലാക്കാം. ഒന്ന് പേപ്പറിലൊക്കെ നടപ്പിലാക്കി താഴെ നിന്ന് അഴിമതിക്കാരും കള്ളന്മാരും എല്ലാവരും കൂടി എഴുതി അയച്ച റിപ്പോർട്ടിൻ്റെയൊക്കെ താഴെ ഒപ്പിട്ട് കൊള്ളാമെന്ന് പറഞ്ഞ് അയക്കുക. ഒരു കുഴപ്പമില്ല, ആരും ഒന്നും ചോദിക്കില്ല. നേരെ മറിച്ച് ഈ റിപ്പോർട്ടൊക്കെ ശരിയാണോ? യു ക്യാൻ ഗോ ടു ദ ഫീൽഡ്, വെരിഫൈ ഇറ്റ്, ടോക്ക് ടു ദ പീപ്പിൾ, ഫൈൻഡ് ഔട്ട് വാട്ട് ആർ ദി പ്രോബ്ലംസ് ഇൻ ഇംപ്ലിമെൻറ്റിങ് ഇറ്റ് ആൻഡ് ഗെറ്റ് ഇറ്റ് ഓൺ ദ ട്രാക്ക്. ആ ലീഡർഷിപ്പാണ് നമുക്ക് ആവശ്യം. ആ ലീഡർഷിപ്പായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ എതിർപ്പുകളുണ്ടാവും, കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. ആ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, ആ പേഴ്സണാലിറ്റി ബൈ വിച്ച് യു ആർ ഏബിൾ ടു ഈ കോൺഫ്ലിക്റ്റുകളെല്ലാം റെക്കൺസൈൽ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കൺഡ്യൂസീവ് പേഴ്സണാലിറ്റി കമ്മിറ്റഡ് ടു സർട്ടൻ പബ്ലിക് ഗോൾസ്. നമുക്ക് വേണ്ടിയുള്ള ജീവിതം 20% കുറയ്ക്കണം. 80-20 റൂളാണ്. There are officers who spend 80% of their time and energy in looking after themselves. ബാക്കി 20% കൊണ്ടാണ് അവരെ ഏൽപ്പിക്കുന്ന ജോലിയും ഫയലും ഒക്കെ ചെയ്യുന്നത്. 80% of the time അവനവൻ്റെ കാര്യം, നമുക്കൊരു പുതിയ കാർ വാങ്ങിക്കണം, എനിക്കൊരു നല്ല ഡ്രൈവറെ വയ്ക്കണം, ഞാൻ ടൂറുണ്ട് അവിടെ ഫിക്സ് ചെയ്യണം, ടൂർ പോയിട്ട് ഞാൻ പിന്നെ അവിടെ എല്ലാം പോയിട്ടേ വരുള്ളൂ, അതിനുള്ള ഏർപ്പാട്. 80% of his time is spent only for himself. അങ്ങനെയുള്ള ആളുകൾ ഒരുപാടുണ്ട്, കേരളത്തിലും ഉണ്ട്. 20% നേരെ തിരിച്ചായിരിക്കണം. 10-20% മാത്രമേ നമ്മളെ പറ്റി ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ബിക്കോസ് ദ സിസ്റ്റം വിൽ ടേക്ക് കെയർ ഓഫ് യു. നമ്മളെ ഇത്രയേറെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള വേറെ ഒരു സർവീസും ഇല്ല. ഈ സിനിമകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഓരോന്ന് പറയും രാഷ്ട്രീയ ഇടപെടലില്ല. രാഷ്ട്രീയ ഇടപെടലുണ്ടല്ലോ, ഇടപെടാനാണല്ലോ രാഷ്ട്രീയക്കാരെ വെച്ചിരിക്കണം. ബിക്കോസ് ദേ റെപ്രസെൻറ്റ് ദ പീപ്പിൾ. ഇടപെടട്ടെ, അവരാളുകളുടെ കാര്യം കൊണ്ട് വരട്ടെ. അത് ചെയ്തു കൊടുക്കാനാണല്ലോ നമ്മളിരിക്കുന്നത്. ചെയ്തു കൊടുക്കാനുള്ളതാണെങ്കിൽ, പദ്ധതിക്കുള്ളിലുള്ളതാണെങ്കിൽ, നിയമപരമാണെങ്കിൽ അപ്പം തന്നെ ചെയ്തു കൊടുത്തേക്കണം. അല്ലാതെ ശുപാർശയുമായി വരുന്ന രാഷ്ട്രീയക്കാരനെ എതിർക്കലാണ് ഉദ്യോഗസ്ഥൻ്റെ ജോലി എന്നൊക്കെയുള്ള മണ്ടൻ വിചാരങ്ങൾ ജനാധിപത്യത്തിൽ ഭൂഷണമല്ല. പൊളിറ്റിക്കൽ ക്ലാസ് ഇല്ലാതെ, പൊളിറ്റിക്കൽ പ്രോസസ്സ് ഇല്ലാതെ ഹൗ ഡു യു സസ്റ്റെയിൻ ഡെമോക്രസി? ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് മാത്രം ഭരിക്കാൻ പറ്റുമോ? സോ പൊളിറ്റിക്സ് ഈസ് പാർട്ട് ഓഫ് ലൈഫ് ഓഫ് എ സിവിൽ സർവൻറ്റ്. ദാറ്റ് ഈസ് ഹൗ എ ഡെമോക്രസി ഫങ്ഷൻസ്.
പൊളിറ്റിക്കൽ പാർട്ടിയിലൂടെ, ഏത് ഗ്രാസ് റൂട്ട് ലെവൽ തൊട്ട് സ്റ്റേറ്റ് ലെവൽ, നാഷണൽ ലെവൽ വരെയുള്ള ലീഡേഴ്സിലൂടെയാണ് ദി പൊളിറ്റിക്കൽ പ്രോസസ് ടേക്സ് പ്ലേസ്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ക്ലാസ്സിനെ മുഴുവൻ ശത്രുക്കളായിട്ട് കാണുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട് ചില സിവിൽ സർവീസ് സർവൻസിൻ്റെ എങ്കിലും മനസ്സിലുണ്ട്. ചില സിനിമകളും ചില ചർച്ചകളും ഒക്കെ അതിനെ സഹായിക്കുന്നുണ്ട്. അത് വി ഷുഡ് ഗെറ്റ് ഓവർ ദാറ്റ്. കേരളം പോലൊരു സംസ്ഥാനത്തിൽ നിങ്ങൾ പോകുന്ന ഒരാൾ, കേരളത്തിലാണ് എനിക്ക് ഒരുപക്ഷെ ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും കൂടുതൽ സിവിലൈസ്ഡ് പൊളിറ്റിക്കൽ ക്ലാസ് ഉള്ളത് കേരളത്തിലാണ്. Having had the experience of meeting so many politicians in so many other states, interacted with them, I think Kerala has one of the finest political class in the whole country. പറഞ്ഞാൽ മനസ്സിലാവുന്നവർ, വിദ്യാഭ്യാസമുള്ളവർ, മാന്യമായി പെരുമാറുന്നവർ, ഉദ്യോഗസ്ഥരെ എങ്ങനെ പരിഗണിക്കണമെന്ന് അറിവുള്ള ഒരു പൊളിറ്റിക്കൽ ക്ലാസ്. എക്സെപ്ഷൻസ് ഉണ്ടാവും, ദർ മൈറ്റ് ബി ഹിയർ ആൻഡ് ദർ എക്സെപ്ഷൻസ് ഉണ്ടാവും. പക്ഷേ ബൈ ആൻഡ് ലാർജ് കേരളത്തിലെ പൊളിറ്റിക്കൽ ക്ലാസ് ഈസ് ക്വൈറ്റ് ഇൻ സിങ്ക് with the administrative leadership, because they know administrative leadership വഴിയാണ് കാര്യങ്ങൾ നടത്തിയെടുക്കേണ്ടതെന്നുള്ളത്. പക്ഷേ പൊളിറ്റിക്കൽ സിവിൽ സർവീസിന് അങ്ങോട്ടും ഇതേ ബന്ധം വേണം. അല്ലാതെ ഇവരൊരു ബ്ലസഡ് ന്യൂസൻസ് ആണ് എന്ന് വിചാരിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും വാക്കിലും എല്ലാം തന്നെ അത് പ്രതിഫലിക്കും. വിച്ച് വിൽ ക്രിയേറ്റ് ടെൻഷൻ, ലീഡ് ടു ടെൻഷൻസ്. നിങ്ങളിപ്പോൾ ഇൻ്റർവ്യൂവിൽ പോകുമ്പോഴും യുവർ റിലേഷൻഷിപ്പ് വിത്ത് പൊളിറ്റിക്കൽ ക്ലാസ് വി ഹാവ് ടു ബി വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. നേരത്തെയുള്ള ഈ ധാരണകളിലൂടെ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് രാഷ്ട്രീയ ഇടപെടലിനെ ചെറുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, രാഷ്ട്രീയ ഇടപെടലുകളാണ് ഒരു ജനാധിപത്യത്തെ നിലനിർത്തുന്നത്. ഓൾ പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻസ് ആർ നോട്ട് ബാഡ് ഇൻ്റർവെൻഷൻസ് ഉണ്ടാവും, ദാറ്റ് യു റെസിസ്റ്റ്. പക്ഷേ പൊളിറ്റിക്കൽ ക്ലാസ്സിനെ മുഴുവൻ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ബ്യൂറോക്രാറ്റ് ഡെമോക്രസിക്ക് ഭൂഷണമല്ല എന്ന് ഞാൻ പറയും. സോ വി ഹാവ് ടു കറക്റ്റ് ദീസ് മിസ്പെർസെപ്ഷൻസ് യു മൈറ്റ് ഹാവ് ഹാഡ് ഇൻ ദ പാസ്റ്റ്. പലരും നിങ്ങളോട് പലതും പറഞ്ഞു തന്നിട്ടുണ്ടാവും. പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കണമെന്നില്ല. നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടത് കറക്റ്റെന്ന് തോന്നുന്നത് മാത്രം ഉൾക്കൊള്ളുക. ബിക്കോസ് യു ആർ ഇൻ ഫോർ എ ലോങ് ഹോൾ റിപ്പയർ ഓഫ് യുവർ പേഴ്സണാലിറ്റി. സർവീസിൽ കഴിഞ്ഞതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി എല്ലാം പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കേണ്ട. യു മൈറ്റ് ഗെറ്റ് സെലക്റ്റഡ്. അതിൻ്റെ അർത്ഥം UPSC നിങ്ങളുടെ പേഴ്സണാലിറ്റി സർട്ടിഫൈ ചെയ്തിരിക്കുന്നു, ഇനി എനിക്കൊന്നും മാറാനില്ല എന്ന് വിചാരിച്ചാലും യു വിൽ റോട്ട് ഇൻ ദ സിവിൽ സർവീസ്. കയറിയിടത്ത് നിൽക്കും. ഇറ്റ്സ് ഇൻഫാക്റ്റ് സർവീസിൽ കയറുന്നതിന് മുമ്പുള്ളതിനേക്കാൾ എത്രയോ ഫാസ്റ്റ് ആൻഡ് ഫാർ റീച്ചിങ് ആണ് നമ്മളിലുണ്ടാകുന്ന പേഴ്സണാലിറ്റി ചേഞ്ച് വൺസ് യു ആർ ഇൻ ദ സർവീസ്. ബിക്കോസ് യു ആർ എക്സ്പോസ് ടു ഡൈവേഴ്സ് സിറ്റുവേഷൻസ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ, യു ആർ ഫേസിങ് അക്യൂട്ട് ചാലഞ്ചസ്, കോൺസിക്വൻസസ്, ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്യല്ലേ. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ മാറാനുള്ള കഴിവും കൂടിയാണ് നമ്മുടെ പേഴ്സണാലിറ്റി. മാറാനുള്ള കഴിവുള്ള പേഴ്സണാലിറ്റിയാണ് നല്ല പേഴ്സണാലിറ്റി. അല്ലാതെ ഒരിക്കലും മാറില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. വൺ ഹാസ് ടു ബി സെൻസിറ്റീവ്, എക്സ്ട്രീംലി സെൻസിറ്റീവ് ടു ദ റിയാലിറ്റീസ്. അതിനകത്ത് നമ്മുടെ നിലപാട് എവിടെ എന്നുള്ളതാണ്. വേർ ആർ യു വിത്ത് ദി എലീറ്റ്? ആർ യു വിത്ത് ദി അപ്പർ ക്ലാസ്? ആർ യു വിത്ത് ദ റിച്ച്? ആർ യു വിത്ത് ദ പവർഫുൾ? എല്ലാ പവറുള്ളവരടുത്ത് മാത്രം ഇങ്ങനെ നടക്കുന്ന ഒരു ആളാണ് നമ്മൾ. അവരോടൊക്കെ നമുക്ക് ഒരു എതിർപ്പുമില്ല. ദർ ഷുഡ് ബി പീപ്പിൾ. ഒരു സമൂഹമാകുമ്പോൾ അതിനകത്ത് പവർഫുൾ ആൻഡ് റിച്ച് ആൻഡ് എല്ലാവരും ഉണ്ടാവും. അവിടെ കറപ്റ്റായിട്ടുള്ള ആളുകളും ഉണ്ടാവും. ആരോ പറഞ്ഞതുപോലെ നാവിനകത്ത് 32 പല്ലുകൾക്കിടയിൽ, ഇത്രയും മൂർച്ചയുള്ള പല്ലുകൾക്കിടയിൽ ഒരു നാവ് എങ്ങനെ ക്ഷതമേൽക്കാതെ പ്രവർത്തിക്കുന്നുവോ അതുപോലെ അഡ്വേഴ്സ് സർക്കംസ്റ്റാൻസിൽ ഇഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യാൻ ഒരു സിവിൽ സർവൻറ്റിന് സാധിക്കണം. ഇറ്റ് ഈസ് ലൈക്ക് ടങ് ഇൻ ദി മൗത്ത്. 32 പല്ലുണ്ട്, നല്ല മൂർച്ചയുള്ളതാണ് ഈ പല്ലുകളൊക്കെ. ഒരു കടി കൊള്ളുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത് ഹൗ പവർഫുൾ ടൂത്ത് ഈസ് എന്ന് പറയുന്ന പോലെ അനേകം ഈ 32 അല്ല അതിനേക്കാൾ കൂടുതൽ മൂർച്ചയുള്ള പല്ലുകളുമായിട്ടാണ് നമ്മളെന്ന് പറയുന്ന ഒരു ടങ് അവിടെ കിടക്കുന്നത്. പക്ഷേ ടങ് ഈസ് നോട്ട് എഫക്റ്റഡ്. സാധാരണ ഇതിൽ കടി കൊള്ളാറില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹ്യൂമൻ ഡിഫെൻസ് ഈസ് ലൈക്ക് ദാറ്റ് എന്ന് പറയുന്നത് പോലെയാണ് സർവീസിൽ. എന്തോ വരട്ടെ, നമ്മളിതിനകത്ത് തെറ്റായിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ പാടില്ല. ഇത്തരത്തിൽ ഹൂ ആർ യു എന്നുള്ളൊരു ചോദ്യത്തിന് നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തി ആ ഹൂ ആയി തീരാനുള്ള പേഴ്സണൽ റിപ്പയർ ടു യുവർ പേഴ്സണാലിറ്റി ചെയ്യുക. 2, ഒരു മാതൃകാ സിവിൽ സർവൻറ്റ് കേരളത്തിലോ വേറെ നിങ്ങളെല്ലാവരും കിട്ടിയാൽ പോലും കേരളത്തിൽ തന്നെ പോസ്റ്റ് ചെയ്തോളണമെന്നില്ല. ഒരു രാഷ്ട്രീയ നേതൃത്വവുമായിട്ട് എങ്ങനെ നിങ്ങൾ ഹൗ ഡു യു സർവൈവ്, ഹൗ ഡു യു ഗിവ് യുവർ ബെസ്റ്റ് എമിഡ്സ്റ്റ് ക്രൈസിസ്, അല്ലെങ്കിൽ നമുക്ക് അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു സാഹചര്യങ്ങളിൽ പോലും നമുക്ക് എങ്ങനെ ഏറ്റവും നല്ലത് കൊടുക്കാം. പിന്നെ ഒരു സമൂഹത്തെ എൻ്റെ ഏറ്റവും പാവപ്പെട്ടവനെ പറ്റി മനസ്സിലാക്കാനുള്ളൊരു കഴിവ്, അനുതാപം. ഹ്യൂമൻ വാല്യൂസ് ഇല്ലാതെ യു കനോട്ട് സക്സീഡ്. അതാണ് ഞാൻ പറയാം 80-20 എന്ന് പറഞ്ഞാൽ ഈ നമ്മളെപ്പറ്റി തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ മറ്റുള്ളവരെ പറ്റി വിചാരിക്കാൻ നമുക്ക് സമയമില്ല. സോ നമ്മളെപ്പറ്റി കുറച്ച് ചിന്തിക്കുകയും സാധാരണക്കാരനെ പറ്റി കൂടുതൽ ചിന്തിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ജോലിയുടെ വർക്ക് എത്തിക്കിനകത്ത് മാറ്റം വരും. യു വുഡ് ലൈക്ക് ടു യൂസ് യുവർ പൊസിഷൻ ആൻഡ് വാല്യൂ ടു improve the quality of service and
ഈ സ്കീംസ് ദാറ്റ് യു ആർ ഡെലിവറിങ്. അത് നമ്മുടെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വമായിട്ട് നമ്മൾ ഏറ്റെടുക്കും ഇഫ് യു ഹാവ് ഹ്യൂമൻ ക്വാളിറ്റീസ്. പിന്നെ ലാസ്റ്റ് പോയിൻ്റായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് എന്തെന്ന് വെച്ചാൽ, ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഇപ്പോഴും ബ്യൂറോക്രസി ഒരു ഇന്ത്യക്ക് മുഴുവനും എന്താ പറയേണ്ടത്, പൂർണ്ണമായി നിറവേറ്റപ്പെട്ട ഒരു വാഗ്ദാനമല്ല ഇന്ത്യൻ ബ്യൂറോക്രസി. ഇന്ത്യൻ ബ്യൂറോക്രസി ഈസ് നോട്ട് എ പ്രോമിസ് ഫുള്ളി ഫുൾഫിൽഡ്. വി ഹാവ് ഫെയിൽഡ്. കുറേ വിജയിച്ചിട്ടുണ്ടില്ലെന്നല്ല. സ്റ്റീൽ ഫ്രെയിം എന്നാണല്ലോ പറയുക. രാഷ്ട്രീയ നേതൃത്വം മാറി മാറി വരുമ്പോഴും ദ സ്റ്റീൽ ഫ്രെയിം റിമെയിൻസ്. സ്റ്റീൽ ഫ്രെയിമിൽ അവിടെയൊക്കെ കൊറോഷനൊക്കെ വന്നിട്ടുണ്ടാവാം. സ്റ്റിൽ ദറ്റ് ഫ്രെയിം മാറ്റേഴ്സ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, വൈ ബ്യൂറോക്രസി ഒരു കംപ്ലീറ്റ് വിജയമാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല എന്ന് പറയാൻ കാര്യം, ഇപ്പോഴും എത്രയോ സ്കീമുകൾ പേപ്പറിൽ മാത്രം വിജയിക്കുകയും ഇൻഫീൽഡ് അത് പരാജയപ്പെടുകയും ചെയ്യുന്ന എത്ര സ്കീമുകളുണ്ട്. എന്തിനാണ് ഒരേ സ്കീമിന് തന്നെ പിന്നെയും പുതിയ ഗവൺമെൻറ്റുകൾ പൈസ മുടക്കുന്നത്? വൈ? ബിക്കോസ് ഞാൻ ഓരോ സ്കീമിനെ പറ്റിയും പറയുന്നില്ല, കാരണം എല്ലാ സ്കീമും പൊളിറ്റിക്കലി അലൈൻഡ് ആയതുകൊണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഒരു ഗവൺമെൻറ് തന്നെ കുടിവെള്ളത്തിനൊരു പദ്ധതി കൊണ്ടുവരുന്നു, അത് തന്നെ വേറൊരു പേരിൽ വേറൊരു ഗവൺമെൻറ്റും കൊണ്ടുവരുന്നു. എല്ലാവർക്കും കുടിവെള്ളം കിട്ടിയെങ്കിൽ പിന്നെ കൂടെ സ്കീമിൻ്റെ ആവശ്യമുണ്ടോ? റൂറൽ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞ് എത്ര കാലമായിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു? ട്രൈബൽ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞ് എത്രയോ കോടി രൂപ നമ്മൾ ചിലവഴിക്കുന്നു. ഓരോ വർഷവും പുതിയ ഗവൺമെൻറ്റുകൾ പിന്നെയും ഇതേ കൂടെയുള്ള 5000 എത്രയോ അല്ല 5 ലക്ഷം ട്രൈബൽസിന് വേണ്ടി പിന്നെയും പൈസ മുടക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ 5 ലക്ഷം പേർക്ക് എത്രയോ കോടി രൂപ മുടക്കി. വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ക്വാളിറ്റി ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ദ ക്വാളിറ്റി ഓഫ് ഡെലിവറി ഓഫ് സർവീസസ് ഹാസ് ബീൻ ഇൻഅഡക്വേറ്റ് എന്നല്ലതിൻ്റെ അർത്ഥം. കാരണം അത് തന്നെയാണ് പിന്നെയും ചെയ്യുന്നത്. എന്നിട്ട് പീപ്പിൾ ഗെറ്റ് അവേ വിത്ത് ഇറ്റ്. ഹയർ ബ്യൂറോക്രസി, സിവിൽ സർവീസിൻ്റെ ജാഗ്രത ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമോ? ഞാൻ പറയുന്നത്, സിവിൽ സർവൻസിൻ്റെ ഒരു ജാഗ്രതയും നമ്മുടെ ഒരു വലിയ ജോലി തന്നെയാണ്. യു ഹാവ് ടു ബി വിജിലൻറ്റ്, യു ഹാവ് ടു ബി അലർട്ട് ടു എൻഷുർ ദാറ്റ് ദ റിയൽ ബെനിഫിറ്റ് ഗോസ് ടു ദ റിയൽ ബെനിഫിഷ്യറി. അതിനുള്ള ഒരു ഹ്യൂമൻ ടച്ച്, ദ വില്ലിങ്നെസ് ടു ഗോ ബിയോണ്ട് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ജോലിക്ക് അപ്പുറത്തേക്ക് പോയി, ബിയോണ്ട് ദി ബീറ്റൺ ട്രാക്കിൽ പോയി ആളുകളെ കണ്ട് അത് ചെയ്തു കൊടുക്കാനുള്ളൊരു സുവർണ അവസരമാണ് ഈ സർവീസ് നമുക്ക് തരുന്നത്. അങ്ങനെ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ തന്നെ സമൂഹവും ചരിത്രവും ഓർമ്മിക്കും. അതിനുള്ള വില്ലിങ്നെസ് നിങ്ങൾക്കുണ്ടോ? ഡു യു ഹാവ് ദറ്റ് പാഷൻ ടു ഗോ ബിയോണ്ട് ദ ബീറ്റൺ ട്രാക്ക്? റോഡ്ലെസ് ട്രാവലിലൂടെ പോയി ഈ സ്കീം എത്തേണ്ടവർക്ക് എത്തി എന്ന് ഉറപ്പ് വരുത്താൻ സാധിക്കുമ്പോഴത്തേക്ക്, അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഈ കാലാകാലങ്ങളായി ഇതിൻ്റെ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം നമുക്കെതിരായിട്ട് തിരിയട്ടെ. കള്ളന്മാരും കൊള്ളക്കാരന്മാരും നമുക്കെതിരായിട്ട് തിരിയണമല്ലോ. അവർ നമ്മളോടൊപ്പം നിന്ന് ശരിയല്ലല്ലോ. അപ്പോൾ ആ ക്രൈസിസ് ട്രിഗർ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? അത് ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? അതിനൊക്കെയുള്ള പാഷൻ ഉണ്ടാവണം, കമ്പാഷൻ ആൻഡ് പാഷൻ ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടായത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ബോർഡിനെ ബോധ്യപ്പെടുത്താനും സാധിക്കണം. ആൻഡ് യു ആർ വില്ലിംഗ് ടു പേ ദ പ്രൈസ് ഫോർ ദീസ് തിങ്സ്. ആ ഒരു moral integrity is something which is expected of a civil servant. One more point is, civil service is not the service that it was. 1978 ബാച്ചാണ് ഞാൻ എന്ന് പറഞ്ഞാൽ 77 പരീക്ഷ എഴുതി 78 കയറി, 75 MA ജയിച്ചവരാണ് ഞങ്ങൾ. The world that we lived is not the world that we worked. നമ്മൾ പഠിച്ച കാലത്തുള്ള ലോകമല്ല ഞങ്ങൾ സർവീസിലിരുന്ന ലോകം. 80s, 90s, 2000 അപ്പ് ടു 2012 വരെ ഞാൻ സർവീസിലിരുന്നു. 2012 ശേഷം ലോകം മാറി, ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. വെൻ യു ആർ ഗോയിങ് ടു ബി ഇൻ ദ പീക്ക് ഓഫ് യുവർ സർവീസ് ഇൻ 2030, 40, 50, വേൾഡ് ഈസ് ഗോയിങ് ടു ബി എൻറ്റയർലി ഡിഫറെൻറ്റ്. 60 നിങ്ങളൊക്കെ റിട്ടയർ ചെയ്യാൻ പോകുന്നത് പിന്നെ 55, 60 2050s, 60s റിട്ടയർ ചെയ്യാൻ പോകുന്നവരാണ് നിങ്ങൾ. ദ നെക്സ്റ്റ് 40 years എന്ന് പറയുന്നത് ഈ ലോകം എങ്ങനെയെല്ലാം മാറുന്നു നമുക്കറിയാൻ പാടില്ല. വി റിയലി ഡു നോട്ട് നോ. ടെക്നോളജി എങ്ങനെ വരുന്നു, സമൂഹം എങ്ങനെ വരുന്നു, രാഷ്ട്രീയം എങ്ങനെ വരുന്നു, വി റിയലി നോബഡി ക്യാൻ പ്രെഡിക്റ്റ്. അപ്പോൾ പിന്നെ നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ പേഴ്സണാലിറ്റിക്ക് അപ്പോൾ എന്താണ് വേണ്ടത്? ദ റെസിലിയൻസ് ടു അഡാപ്റ്റ് ആൻഡ് അഡ്ജസ്റ്റ് ടു ദ മോസ്റ്റ് അൺതിങ്കബിൾ ചേഞ്ചസ് വരട്ടെ. ഏറ്റവും വലിയ ചേഞ്ചസ് വന്നാലും നമുക്ക് അവിടെ ആ മാറ്റങ്ങളോട് പൊരുത്തപ്പെട്ട് അതിൽ ഉൾക്കൊണ്ട് നമുക്ക് അത് റൈഡ് ചെയ്യാനുള്ള ഒരു അക്യൂമൻ ടു ഫേസ് ചേഞ്ചസ്, അത് ഉൾക്കൊള്ളാനുള്ള ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി, അത് പഠിച്ചെടുക്കാനുള്ള കാര്യം, അത് എങ്ങനെ നമ്മുടെ ജോലിക്ക് വേണ്ടി അഡാപ്റ്റ് ചെയ്യാം എന്നുള്ള സംഗതി. അതുകൊണ്ട് ബ്യൂറോക്രസി ഈസ് നോട്ട് ഗോയിങ് ടു ബി ലൈക്ക് വാട്ട് ഇറ്റ് ഈസ് ടുഡേ വെൻ യു ആർ ഗോയിങ് ടു ബി ഇൻ ദ പീക്ക് ഓഫ് യുവർ സർവീസ്. ടെക്നോളജി വിൽ റീപ്ലേസ് സോ മെനി ജോബ്സ്. അത്രയ്ക്ക് ക്വാളിറ്റേറ്റീവ് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ വന്നിട്ടില്ല, വരണം.
അതാണ് നെക്സ്റ്റ് ജനറേഷൻ ബ്യൂറോക്രാറ്റ്സിൻ്റെ ജോലി. ടു അപ്ലൈ ടെക്നോളജി ഇൻ സച്ച് എ വേ ദറ്റ് ഇറ്റ് എലിമിനേറ്റ്സ് കറപ്ഷൻ, ഇറ്റ് ബിക്കംസ് നാരോ ഫോക്കസ്ഡ് ടു ദ ടാർഗറ്റ് ഗ്രൂപ്പിൽ എത്തുന്നതിനുള്ള ഇത്രയും കാലം ബ്യൂറോക്രസി അനുഭവിച്ചിട്ടുള്ള ഡിസ്റ്റോർഷൻസിനെ മുഴുവൻ മാറ്റാൻ നിങ്ങളുടെ ഇൻ്റലക്ച്വൽ അക്യൂമെൻറ്റ് ആൻഡ് ടെക്നോളജിക്കൽ നോ ഹൗ ഒക്കെ ഉപയോഗിക്കാനുള്ള ഒരു ഇച്ഛാശക്തി നിങ്ങൾക്കുണ്ടാവണം. ഇത്രയൊക്കെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ബാക്കി എനിക്ക് തോന്നുന്നത് യു ക്യാൻ ആസ്ക് വാട്ട് എവർ യു ഫീൽ ലൈക്ക്. ഒരു 11 മണിക്ക് ഞാൻ പോവും. ഒരു നെക്സ്റ്റ് 30 minutes യു ക്യാൻ ആസ്ക് മീ എനിത്തിങ് ദറ്റ് യു വോണ്ട്. എൻ്റെ ജീവിതത്തെപ്പറ്റി ഇനി ചോദിച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് ദ കൈൻഡ് ഓഫ് ലൈഫ് ദറ്റ് വി ലെഡ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ദ കൈൻഡ് ഓഫ് ലൈഫ് യു വിൽ ബി ലീഡിങ്. പക്ഷേ പേഴ്സണാലിറ്റീസ് ആർ ജസ്റ്റ് ദ സെയിം. അത് ഹ്യൂമൻ ലൈഫ് ഈസ് ജസ്റ്റ് ദ സെയിം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. പ്രാക്ടിക്കൽ തിങ്സ് ഐ വിൽ ബി ഹിയർ ഫോർ അനദർ ഹാഫ് ആൻ അവർ. സർ, നമ്മൾ ബോർഡിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് അതിന് നമ്മളൊരു ഒപ്പീനിയൻ പറഞ്ഞിട്ട് ബോർഡ് തിരിച്ച് നമ്മളോട് അതിൻ്റെ ഒരു അതർ സൈഡ് പറഞ്ഞു തന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് അതാണ് കുറച്ചും കൂടി കറക്റ്റ് എന്ന് തോന്നുന്നത്. നമുക്ക് അവിടെ തന്നെ ഹാവ് ആൻ ഓപ്പൺനെസ് ഓഫ് മൈൻഡ്. നമ്മൾ ജസ്റ്റിഫൈ ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ ഏത് നിലപാട് മാറുകയോ മാറ്റുകയോ മാറാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. യു ഷുഡ് ഹാവ് സഫിഷ്യൻറ്റ് ജസ്റ്റിഫിക്കേഷൻ. യു ഷുഡ് ഹാവ് എ സോളിഡ് ബേസ് ടു ജസ്റ്റിഫൈ ഇറ്റ്. ഐ beg to disagree with you, of course, that is your point. But why are you not able to agree with them? Or why are you sort of changing your views and agreeing with them? Justify the money. Everything, once it is justified, is okay. അല്ലാതെ അഭിപ്രായം ഇരുമ്പലൊക്കെ അല്ല. ഞാൻ ഈയിടയ്ക്ക് തൊഴിൽ വീതിയിൽ ഞാൻ കൂടെ എഴുതുന്നുണ്ട്. അഭിപ്രായം ഇരുമ്പലൊക്കെ അല്ല, അത് ഫ്ലെക്സിബിളാണ്. പക്ഷേ പ്രൊവൈഡഡ് ദർ ഇസ് എ റീസൺ. അല്ലാതെ വലിയ സാറ് പറഞ്ഞുകൊണ്ട് അഭിപ്രായം മാറ്റരുത് കേട്ടോ. ചെയർമാൻ പറഞ്ഞതിൽ എന്നാ മാറ്റിക്കളയാന്നുള്ളതല്ല. യു ഷുഡ് ജസ്റ്റിഫൈ ഇറ്റ് ഓൺ കോജന്റ് ഇൻ്റലക്ച്വൽ ഗ്രൗണ്ട്സ്. അതുകൊണ്ട് അഭിപ്രായം മാറാതിരിക്കണ്ട എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ പോലെ ഇൻറ്റിമിഡേറ്റ് ചെയ്ത് മാറ്റാനും വേണ്ട. അയാൾ വലിയൊരു അഭിപ്രായം അയാൾ സാറാണെങ്കിൽ അയാളെ മനസ്സിരിക്കട്ടെ, നമുക്ക് അഭിപ്രായം ഇതാണ്. പക്ഷേ പറയുന്ന ഭാഷ കേരളത്തിൽ നിന്ന് പോകുന്ന കുട്ടികൾക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം, ഐ ഡോണ്ട് നോ യുവർ കേസ്, ഈ ഇംഗ്ലീഷ് പറയുമ്പോൾ മലയാളത്തിൽ അവിടെ എടുക്കാം, ഇൻ്റർവ്യൂ ഒക്കെ എടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഐ ഡോണ്ട് നോ ദാറ്റ് ഐ ലീവ് ഇറ്റ് ടു യു. ഏത് ഭാഷയിലും ഇൻ്റർവ്യൂ എടുക്കാം. ദ്വിഭാഷയൊക്കെ ട്രാൻസ്ലേറ്ററൊക്കെ വെച്ചേക്കും. മിക്കവാറും ട്രാൻസ്ലേറ്ററെ കൊണ്ട് പ്രയോജനമില്ല. ബ്രോക്കൺ ഇംഗ്ലീഷിലാണെങ്കിലും കാൻഡിഡേറ്റ് ഈസ് അലൗഡ് ടു സ്പീക്ക്. കേരളത്തിൽ നിന്ന് പോകുന്ന കുട്ടികളുടെ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ഐ വുഡ് സേ ദറ്റ് ഇറ്റ് ഈസ് വെരി റാഷ്. ഒരു നൈസിറ്റീസ് ഇല്ല. മലയാളത്തിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് ശരിയല്ല സാർ എന്നാണ് നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഐ ഡിസഗ്രി എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഐ ബെഗ് ടു ഡിഫർ. ഐ എം അഫ്രൈഡ് ഐ എം നോട്ട് ഏബിൾ ടു എഗ്രി വിത്ത് യു സർ. പറയുന്നതിൻ്റെ നൈസിറ്റീസ്, നുവാൻസസ് നമ്മുടെ കോളേജുകളിൽ പിള്ളേർ പഠിക്കുന്നില്ല. സ്പോക്കൺ ഇംഗ്ലീഷിനകത്ത് ഗ്രാമർ മാത്രം ശരിയായ പോരാ. ദർ ആർ സർട്ടൻ നൈസിറ്റീസ്, ദർ ആർ സർട്ടൻ നുവാൻസസ്, ദർ ആർ സർട്ടൻ കൊണോട്ടേഷൻസ്. അത് കൃത്യമായി പഠിച്ചെങ്കിലേ ഇംഗ്ലീഷ് നന്നാവും. അത് ഇനിയിപ്പോൾ പഠിക്കാൻ പറ്റില്ല. പക്ഷേ ഡോണ്ട് ട്രൈ ടു ബി ബ്രാഷ്. ഐ ഡിസഗ്രി എന്നൊന്നും പറഞ്ഞു കളയരുത്. ഐ ബെഗ് ടു ഡിസഗ്രി. ഐ എം അഫ്രൈഡ് ഐ എം നോട്ട് ഇൻ എഗ്രിമെൻറ്റ് വിത്ത് യു. ആ പറയുന്ന സ്വരം, ഇത്തരത്തിലുള്ള ചില എക്സ്പ്രഷൻസ്, ഐ ബെഗ് ടു ഡിഫർ, ഐ എം അഫ്രൈഡ്, ഇങ്ങനെയൊക്കെയുള്ള ചില നൈസിറ്റീസ് ഉണ്ടല്ലോ, ദാറ്റ് വിൽ മേക്ക് ദി കോൺവെർസേഷൻ ഇൻട്രസ്റ്റിംഗ്. നോ ഐ ഡോണ്ട് എഗ്രി എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നീ എഗ്രി ചെയ്യണ്ട, ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്ന് അയാൾ അപ്പോഴേ മനസ്സിൽ കുടുങ്ങി. ഇവൻ ശരിയാവില്ല കേട്ടോ. നമ്മളൊക്കെ എത്ര ഇൻ്റർവ്യൂ ഇരിക്കുന്നതാണ്. ഇൻ്റർവ്യൂവിലെടുത്ത് എങ്ങനെയാണ് പറയുന്നതെങ്കിൽ നമ്മളവനെ വാച്ച് ചെയ്യും. അടുത്ത ഒരു ചോദ്യം കൂടി ഇത്തിരി കൂടെ പ്രൊവോക്കേറ്റീവായിട്ടൊന്ന് നോക്കാം. അപ്പോൾ വയലൻ്റ് ആവില്ലേ എന്ന് നോക്കട്ടെ. ഇതാണ് നമ്മളൊക്കെ എത്ര ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്നതാണെന്നറിയാമോ. അപ്പോൾ അത് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ യൂട്യൂബിലൊക്കെ കയറിയൊക്കെ നോക്കണം. സ്മോൾ എക്സ്പ്രഷൻസ് വിച്ച് കം ഇൻ ഹാൻഡി. അപ്പോൾ നമ്മുടെ ഭാഷയിലുള്ള വൈകല്യങ്ങൾ അവരവർക്ക് മാത്രമേ അറിയാവുള്ളൂ. പിന്നെ ഭാഷ മോശമാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അതൊന്നും ഒരു നെഗറ്റീവ് മാർക്കേ അല്ല. ഒരു തരത്തിലും അത് ചെയ്യാൻ പാടില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഇൻ്റർവ്യൂ ബോർഡിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ്. ഇംഗ്ലീഷ് മോശമായി എന്നുള്ളത് കൊണ്ട് കുറച്ച് മാർക്കോ, സോഫിസ്റ്റിക്കേറ്റഡ് ഇംഗ്ലീഷ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് കൂടുതൽ മാർക്കോ പാടില്ല. അയാൾക്ക് ആശയമുണ്ടോ, അയാളുടെ ഈ ക്യാരക്ടറുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയിട്ട് പ്ലാനിംഗ് ബോർഡിൽ പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗിൽ നിന്നൊരു കുട്ടി, അവിടുത്തെ റിസർച്ച് അസിസ്റ്റൻറ്റ് ഓഫീസർ, ഒരു പെൺകുട്ടി വന്നു. ഷീ ഈസ് എ PhD ഇൻ എക്കണോമിക്സ് ഫ്രം ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ് എന്ന് മറ്റാണ്. നല്ല കുട്ടി, വെരി സ്മാർട്ട്. അവൾ പ്ലാനിംഗ് കമ്മീഷനിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം അറിയാം, ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ അറിയാം.
She's privy to a lot of reports and all that. And she speaks very well, excellent English. I was quite impressed, I should say. പക്ഷേ മാർക്കിടാൻ നേരത്ത് the whole board disagreed with me, saying that she is bluffing. നല്ല ഇംഗ്ലീഷ് കൊണ്ട് ബ്ലഫ് ചെയ്യാണ് സാർ. All her answers are wrong. And she ബേസിക് കാര്യങ്ങളിൽ പോലും ഷീ ഈസ് മേക്കിംഗ് മിസ്റ്റേക്സ്. അത് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, അത് കോൺട്രഡിക്ഷൻ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഐ വാസ് ആക്ച്വലി ക്യാരിഡ് അവേ ബൈ ദി സ്മാർട്ട്നെസ് ഓഫ് ദ ഗേൾ ആൻഡ് അവളുടെ ഭാഷയിൽ. അതാണ് എനിക്ക് പറ്റിയത്. പക്ഷേ ബോത്ത് ഡിസഗ്രീഡ് വിത്ത് മീ ആൻഡ് ഷി വാസ് നോട്ട് സെലക്റ്റഡ്. തരക്കേടില്ലാത്ത മാർക്ക് കൊടുത്തു. ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ച മാർക്ക് കൊടുത്തില്ല അവർ. അത് കോംപ്രമൈസിലാണ് മാർക്ക് ഇടുന്നത്. ഞാൻ എന്നിട്ട് ലിസ്റ്റ് വന്നപ്പോൾ ഓൾ ഇന്ത്യ ലിസ്റ്റ് നോക്കി കുട്ടി കിട്ടിയൊന്നുമില്ല. ഷീ ഡിഡ് നോട്ട് മേക്ക് ഇറ്റ്. ബ്ലഫ് അപ്പോൾ അത് ഞാൻ പഠിച്ച പാഠം എന്ന് പറഞ്ഞാൽ ഡു നോട്ട് ബ്ലഫ്. അറിഞ്ഞുകൂടെങ്കിൽ അറിഞ്ഞുകൂടാ എന്ന് പറയുന്നതാണ്. എത്ര നല്ല ഇംഗ്ലീഷിൽ ബ്ലഫ് ചെയ്താലും ബ്ലഫ് പിടിക്കും. എനിക്ക് എക്കണോമിക്സ് അത്ര അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദി പ്രൊഫസേഴ്സ് ഡിസഗ്രീഡ്. ഷീ ഹാസ് നോട്ട് ഗോട്ട് ബേസിക് തിങ്സ് റൈറ്റ് എന്നാണ് പറയുന്നത്. ആൻഡ് മോർ ഓവർ ഷീ ട്രൈസ് ടു ബ്ലഫ്. എന്നിട്ട് അവർ എക്സാമ്പിൾ വഴി പറഞ്ഞു തന്നു, ഇന്നതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഭാഷ ഇത്തിരി മോശമായതുകൊണ്ടൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ബട്ട് ഇറ്റ് ഈസ് ഓൾവേസ് നൈസ് ടു യൂസ് ഗുഡ് ഇംഗ്ലീഷ്. നമുക്കിപ്പോഴല്ല, ജീവിതത്തിൽ എപ്പോഴാണെങ്കിലും ശരി, കർട്ടിയസ് ഇംഗ്ലീഷ് അതൊരു കോൺസ്റ്റൻറ്റ് എൻഡവറാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും. ഞാനിവിടെ ഈ 4-5 മാറി വരൻസിലാണ് പഠിച്ചത്. പിന്നെ ഓഫ് കോഴ്സ് ഐ വെന്റ് ടു നാഗ്പൂർ ടു ഡു മൈ MA. അത് കഴിഞ്ഞ് IAS കിട്ടിപ്പോയപ്പോഴൊക്കെ ഐ ഓൾസോ ഹാഡ് മൈ ഓൺ ഫിയേഴ്സ്. വെദർ നമ്മുടെ ഇംഗ്ലീഷൊക്കെ ഒരുതരം സോഫിസ്റ്റിക്കേറ്റഡ് ഇംഗ്ലീഷാണോ, അതൊരു നാടൻ സാഹിബിൻ്റെ ഇംഗ്ലീഷാണോ, പിന്നെ കാണാതെ പഠിച്ച് പറയുന്ന ഇംഗ്ലീഷ് പോലെ ആണോ, നമ്മുടെ ആക്സെൻറ്റ് ശരിയാണോ, ഇതൊക്കെ ഓൾ ദീസ് ഫിയേഴ്സ് ഹോണ്ട് യു. സർവീസ് കിട്ടിയതിന് ശേഷവും പിന്നെ പതുക്കെ നമ്മൾ സ്വയം പഠിക്കും. ഓരോരുത്തർ ഇംഗ്ലീഷ് പറയുന്നത് കേട്ട് അങ്ങനെ പതുക്കെ നമ്മളിലുള്ള വൈകല്യങ്ങൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതൊന്നും ഇപ്പം നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇൻകൺസിസ്റ്റൻസിയിലേക്ക് പോകാൻ പാടില്ല. കൺസിസ്റ്റൻസിയിലേക്ക് പോയാൽ അത് ജസ്റ്റിഫൈ ചെയ്യണം. ഞാൻ ഈ അഭിപ്രായത്തിൽ നിന്ന് മാറിയത് ഇന്ന കാരണം കൊണ്ടാണെന്ന് പറയണം. അതാണ്. പിന്നെ നിങ്ങളൊക്കെ ഇതിനു മുമ്പേ ആരെങ്കിലും പോയിട്ടുണ്ടോ വീട്ടിൽ? പോയിട്ടില്ല. പോയോ? എന്തായിരുന്നു നിങ്ങൾ കിട്ടാതെ ഇരിക്കാൻ കാരണം? എന്തായിരുന്നു? ഓ അപ്പോൾ പിന്നെ IAS കിട്ടാൻ വേണ്ടിയിട്ടാണ്. വലിയ കാര്യമില്ല. IRS ഈസ് ഈക്വലി ഗുഡ് ആസ് IAS എന്ന് ഞാൻ പറയും. ഓൾദോ ഒരു ചോദ്യം നിങ്ങൾക്ക് വരാവുന്ന ചോദ്യം, ഹാവിങ് ഗോട്ട് ഇൻ ദി IRS വൈ ആർ യു ട്രൈങ് ഫോർ IAS ചോദിക്കുമല്ലോ. എന്താണ് ഉത്തരം? എന്താണ് ഉത്തരം? അതല്ല, അതൊക്കെ നിങ്ങളുടെ ഓപ്ഷൻ. ബട്ട് വാട്ട് ഈസ് ദ റിയൽ റീസൺ വൈ യു വോണ്ട് ടു ഗോ ഫോർ IAS, ട്രൈ ഫോർ IAS, even after getting selected to IRS, which itself is a premier service? You should be ready with an answer. ചോദ്യം വരുന്നുള്ള ഉറപ്പല്ലേ? അതിനുള്ള എൻ്റെ ഒരു ഞാൻ പറയുന്ന ഉത്തരം നിങ്ങൾ കേട്ടോടുന്നില്ല കേട്ടോ. യു ഡോണ്ട് ഹാവ് ടു കോപ്പി ദറ്റ് ആൻസർ. പക്ഷേ ഞാനൊരു ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ ദി ആൻസർ ഐ വുഡ് എക്സ്പെക്റ്റ് ടു ഹിയർ ഈസ് ദാറ്റ് വൈൽ IRS, ഇതിൻ്റെ ഒരു സർവീസിനെ മോശമായിട്ട് പറയരുത് കേട്ടോ. IRS ഒന്നും ശരിയല്ല. IASൻ്റെ ഗ്ലാമർ IRSൻ്റെ നാടൻ ഭാഷ അതാണല്ലോ കാരണം. നാടൻ ഭാഷയിൽ എന്താണ് IASൻ്റെ ഗ്ലാമർ IRSനുണ്ടോ? അതുകൊണ്ട് ഞാൻ IAS ശ്രമിക്കാമെന്ന് വിചാരിച്ചു. അതാണ് കാരണം, അതാണ് സത്യം, അതാണ് വാസ്തവവും പരമാർത്ഥവും. എന്നാലത് പറയേണ്ടതെന്ന് ചോദിച്ചാൽ, വൈൽ IRS ഈസ് എ വണ്ടർഫുൾ ജോബ്. ഇത്രയൊക്കെ എക്സാജറേറ്റ് ചെയ്യാനും പഠിക്കണം കേട്ടോ. വണ്ടർഫുൾ ഒന്നും അല്ലായിരിക്കാം, പക്ഷേ വണ്ടർഫുൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല. വൈൽ IRS ഈസ് എ വണ്ടർഫുൾ സർവീസ്, IAS യു ഡു ദ സെയിം ജോബ് ത്രൂ ഔട്ട് യുവർ കരിയർ. വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ഇറ്റ്സ് ഓൾ ഡീലിംഗ് വിത്ത് റവന്യൂ, ഇൻകം ടാക്സുമായി റവന്യൂ ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരേ ജോലി തന്നെയാണ് ചെയ്യുന്നത്. സെൻട്രൽ സർവീസിൽ എല്ലാത്തിൻ്റെയും ദോഷം അത് മാത്രമേ ഉള്ളൂ. എന്നാൽ IAS ഗിവ്സ് എ വെറൈറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, കരിയർ ഓപ്പർച്യൂണിറ്റീസ്. സർ, പല വിഷയങ്ങളെപ്പറ്റി നമ്മൾ പഠിക്കുന്നു, പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നു. ഇത്രയും വെറൈറ്റി ഓഫ് എക്സ്പോഷർ അല്ലെങ്കിൽ സബ്ജക്ട്സുമായിട്ടുള്ള എക്സ്പോഷർ ഗവൺമെൻറ്റിൻ്റെ എല്ലാ തലത്തിലും ഇരിക്കാനുള്ള അവസരങ്ങളൊക്കെ തന്നെ IASന് മാത്രമേ ഇത്രയും ജോബ് ഡൈവേഴ്സിറ്റി ഉള്ളൂ. ആൻഡ് ഇഫ് യു ആർ എ പേഴ്സൺ ഹൂ എൻജോയ്സ് ജോബ് ഡൈവേഴ്സിറ്റി ആൻഡ് റിച്ച് എക്സ്പീരിയൻസ്, ഡെഫിനറ്റ്ലി IAS ഈസ് എ ബെറ്റർ ഓപ്ഷൻ ദാൻ റവന്യൂ സർവീസ്. അതുകൊണ്ട് അപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ യു വിൽ ബി ഹാപ്പി ഇൻ റവന്യൂ സർവീസ്, യു വിൽ ബിക്കം എൻ എക്സ്പേർട്ട് ഇൻ റവന്യൂ സർവീസ്. ദാറ്റ് ഈസ് ഇറ്റ്. ഇത് കിട്ടിയില്ലെങ്കിൽ ജീവിതം അവസാനിക്കുന്നില്ലല്ലോ. യു ഓൾറെഡി ആർ ഇൻ എ ഗുഡ് സർവീസ്.
പക്ഷേ അത് വളരെ ഫേമായിട്ട് കൃത്യമായിട്ട് പറയണം, വിതൗട്ട് ഡിനൗൺസിങ് ദി അതർ സർവീസ്. അവിടെ ഇരിക്കുന്ന ചിലപ്പോൾ IRS ഓഫീസറായിരിക്കും, എക്സ്പേർട്ടായിട്ടിരിക്കുന്നത്. അയാളുടെ സർവീസ് മോശമാണ്, യൂസ്ലെസ് ആണെന്ന് പറഞ്ഞു കളയരുത്. അതാണ് വണ്ടർഫുൾ. അയാളുടെ ഈഗോയെ പാമ്പർ ചെയ്യാനാണ് വൈൽ IRS ഇസ് എ വണ്ടർഫുൾ സർവീസ് എന്നുള്ള പദം ഉപയോഗിക്കണം. അവിടെ ഇരിക്കുന്ന ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സോ ഡു നോട്ട് ഡെനിഗ്രേറ്റ്. ആരെ പറ്റി മോശമായിട്ട് പറയാതിരിക്കുക. മല്ലൂൻ്റെ സ്വഭാവം എടുക്കരുത്. മല്ലൂസിന് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വി ആർ എ വെരി സൂപ്പർ. നമ്മളിങ്ങനെ ഈ അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കുന്ന ഒരു കൂട്ടരാണ്. ആരെപ്പറ്റി വലിയ റെസ്പെക്റ്റ് ഒന്നും ഇല്ല. അതൊന്നും സിവിൽ സർവീസിൻ്റെ ഫ്രെയിം വർക്കിനകത്ത് അതൊന്നും ശരിയാവില്ല. ഓഫീസ് വാട്ട് ഈസ് സംതിങ് കോൾഡ് OLQ, ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ്. നിങ്ങൾ യൂട്യൂബ് അടിച്ച് നോക്കിയാൽ മതി, വാട്ട് ആർ OLQs എന്നൊക്കെ കിട്ടും. OLQ, ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ്. ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഈ സർവീസ് കയറാൻ നേരത്ത് നമ്മൾ ഇൻ്റർവ്യൂ ബോർഡ് നോക്കുന്നത്. വെദർ യു ഹാവ് ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ്. ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ് ഞാനിപ്പോൾ പറയേണ്ട കാര്യമില്ല. യു ക്യാൻ ഇൻ്റർനെറ്റിൽ കയറി ചോദിച്ചാലും പറയും. ഈ പറഞ്ഞ പോലെ യുവർ പേഷ്യൻസ്, യുവർ ഇക്വാനിമിറ്റി, യുവർ സെൻസ് ഓഫ് ഡിസിപ്ലിൻ, യുവർ സെൻസ് ഓഫ് ഫെയർനെസ്, യുവർ സെൻസ് ഓഫ് ഡെക്കോറം. ഡെക്കോറം വളരെ പ്രധാനമാണ്. നമുക്ക് ജീൻസ് അല്ല കീറിയ ജീൻസൊക്കെ ഇട്ടിട്ട് പോലാണല്ലോ ഫാഷൻ. അപ്പോൾ പാട്ടുകാർക്കാവാം. പക്ഷേ ഇപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റിലേക്ക് ഗവൺമെൻറ് സെക്രട്ടറിയായിട്ട് പോകുമ്പോഴത്തേക്ക് ഫ്രൈഡ് ജീൻസും ഒക്കെ ഇട്ട് പോകാൻ പറ്റുമോ? ചെറിയ ഡെക്കോറമുണ്ട്, പ്രവർത്തനത്തിൽ ഡെക്കോറമുണ്ട്. ആ ഡെക്കോറം ഈസ് പാർട്ട് ഓഫ് അവർ ജോബ് ബിക്കോസ് സൊസൈറ്റി എക്സ്പെക്ട്സ് ദ ഡെക്കോറം ഫ്രം യു. ബിക്കോസ് യു ഓൾസോ കമാൻഡ് അതോറിറ്റി. അതോറിറ്റിക്ക് ഒരു ഡെക്കോറം ഉണ്ടല്ലോ. ഡെക്കോറം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അങ്ങ് ആളുകളിൽ നിന്ന് അകന്ന് നിൽക്കാനുള്ളതല്ല. ഇറ്റ്സ് എ പ്രോപ്പറൈറ്റി. അപ്പോൾ ഈ OLQ ഉണ്ടാക്കുക. പിന്നെ നമ്മുടെ വിശ്വാസങ്ങളെ ഭയക്കാതിരിക്കുക. യു ഡോണ്ട് ബി ഷേക്കി. ഡോണ്ട് ബി ഓൺ ഷേക്കി ഗ്രൗണ്ട്സ്. ഇപ്പോൾ നിങ്ങൾ IRS വിട്ടിട്ട് IAS പോകുന്നത്, ഡോണ്ട് ബി ഓൺ ഷേക്കി ഗ്രൗണ്ട്സ്. യു ഡോണ്ട് ഹാവ് ടു ബി അപ്പോളജറ്റിക് അബൌട്ട് ഇറ്റ്. യു തിങ്ക് ദറ്റ് IAS ഇസ് എ സർവീസ് which gives you a wider exposure to life, all aspects of life, which is what you would like to get. അതിൽ തെറ്റൊന്നുമില്ല. ആൻഡ് യു ഹാവ് എ വെരി റൈറ്റ് ടു ബി അംബിഷ്യസ്. കേട്ട് പഠിച്ചതും കണ്ടു പഠിച്ചതുമായിട്ടുള്ള തെറ്റായ പാഠങ്ങൾ കണ്ടെത്തി വർജിക്കുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വിൽ സക്സീഡ്. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ വി ഡോണ്ട് ഫോൾ ഇൻ ടു ബാഡ് കമ്പനി. പക്ഷേ നമ്മുടെ കോളേജുകളിലേക്ക് ഒരു സൂപ്പർഫിഷ്യൽ അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, വിച്ച് ഈസ് നോട്ട് ഇൻ്റലക്ച്വലി എൻഗേജിങ്, വിച്ച് ഡസൻ പ്രൊമോട്ട് ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി. ഒന്നുമില്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ പരീക്ഷ ജയിക്കണമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട്. ഐ ആക്ച്വലി ഫീൽ പിറ്റി ഫോർ ദം. ദിസ് ഈസ് നോട്ട് ദ വേ. ലോകത്തുള്ള ഒരു യൂണിവേഴ്സിറ്റികളിലെയും കോളേജുകളിലെയും പിള്ളേർ ഇങ്ങനെയല്ല. കേരളത്തിൽ മാത്രം, ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ഇടയ്ക്ക് UK പോയപ്പോൾ 2-3 യൂണിവേഴ്സിറ്റീസ്. അവിടെയൊക്കെ നമ്മുടെ വിചാരം എന്താണ്? സാധാരണ മലയാളിയുടെ ഇവനൊക്കെ ബിയറൊക്കെ അടിച്ച് ഇങ്ങനെ നടക്കുകയാണ് എന്ന് വിചാരിക്കും. ബിയറൊക്കെ അടിക്കുന്നുണ്ടാവും, ഇല്ലെന്നല്ല. പക്ഷേ അവൻ്റെ ലൈബ്രറി 24 hours ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് പുളുവാണ്. 24 hours ചുമ്മാ തുറന്ന് വെച്ചിരിക്കും. നോക്കുമ്പോൾ 24 hours രാത്രി 1 മണിക്ക് അവിടെ നിറച്ചും പിള്ളേരുണ്ട്. ആൻഡ് ദേ റിയലി വർക്ക്. ആൻഡ് ഈ ക്യാൻറ്റീനിലിരുന്നിട്ടും ബാറിലിരുന്നിട്ടും അവർ സംസാരിക്കുന്നതൊക്കെ അക്കാഡമിക് കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ദി എൻ്റയർ അറ്റ്മോസ്ഫിയർ ഈസ് ഇൻഫ്യൂസ്ഡ് വിത്ത് അക്കാഡമിക് ക്യൂരിയോസിറ്റി. നമ്മൾ വിചാരിക്കുക ആണും പെണ്ണും കൂടെ തോളത് കൈയിട്ട് കിടക്കുമ്പോഴേ അവനൊക്കെ അലവിലാതെയായിട്ട് ഇങ്ങനെ നടക്കണം. അല്ലല്ല, ദാറ്റ് ഈസ് അവരുടെ ഒരു സോഷ്യൽ ലൈഫാണ്. പക്ഷേ ദേ ആർ ഓൾ ഇൻ്റലക്ച്വലി അലൈൻഡ് ടു ദ സബ്ജക്ട് ദേ സ്റ്റഡി. നമ്മുടെ ഒരു കോളേജുകളിലും അത്തരത്തിലുള്ളൊരു അക്കാഡമിക് അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതിൻ്റെ എല്ലാ ദോഷവും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ്. പിന്നെ നിങ്ങൾ ചോദിച്ചു പറയലുണ്ടെങ്കിൽ കേരളത്തിലുള്ള ആളുകളെ ഒരു കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരെ ഒന്നും നിങ്ങൾ മാതൃകയാക്കണ്ട. യു ബി യുവർ ഓൺ മോഡൽ. നിങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് വരുമ്പോൾ എങ്ങനെ ഇരിക്കുന്നുള്ള നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കുക. നോബഡി ക്യാൻ ഇമിറ്റേറ്റ് എനിവൺ എൽസ്. പ്രത്യേകിച്ച് വിജയം ആവർത്തിക്കാനോ കോപ്പി ചെയ്യാനോ സാധ്യമല്ല. പരാജയം മാത്രമേ കോപ്പി ചെയ്യാൻ സാധിക്കൂ എന്നാണ് എൻ്റെ ഒരു ആപ്തവചനമാണ്. യു ക്യാൻ നമ്മൾ പരാജയം എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കും. ചില പൊളിഞ്ഞ ബിസിനസ്സുകാരെ പോലെ ബിസിനസ് ചെയ്താൽ നിങ്ങൾക്കും പരാജയപ്പെടാം. എന്നാൽ എവറി സക്സസ്ഫുൾ പേഴ്സൺ ഈസ് എ സക്സസ് ഇൻ ഹിസ് ഓൺ വേ. അയാളുടേതായുള്ള രീതിയിൽ മാത്രമാണ് അയാൾ സക്സസ്ഫുൾ ആയത്. അല്ലാതെ വേറൊരുത്തൻ ചെയ്തതുകൊണ്ടല്ല ഒരാൾ സക്സസ്ഫുൾ ആയത്. പരാജയത്തിന് ദർ ആർ മോഡൽസ്, കോപ്പി മോഡൽസ് ഉണ്ട്. വേറെ സക്സസ് ഈസ് യുണീക്ക്. വാട്ട് ഈസ് ദറ്റ് യുണീക്ക്നെസ്? യുവർ പേഴ്സണാലിറ്റി ഈസ് ദ യുണീക്ക്നെസ്. അപ്പോൾ നിങ്ങളുടെ ഈ ജോലിയിലുള്ള സക്സസ്സും ഇൻ്റർവ്യൂവിലുള്ള സക്സസ്സും ഒക്കെ തന്നെ
നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ യുണീക്ക്നെസ് കൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഈ ഫോട്ടോ കാണിച്ചിരിക്കുന്നത് നമ്മുടെ മുഹമ്മദ് ഹനീഷ് ആണെങ്കിലും സലീം ആണെങ്കിലും ഗോപാലകൃഷ്ണൻ ആണെങ്കിലും ഷഹീദ് എനിക്ക് അറിഞ്ഞൂടാ കശ്മീർ കാട്ടറുകാരൻ, നമ്മുടെ ദിവ്യ അയ്യർ ആണെങ്കിലും ഒക്കെ തന്നെ ദേ ആർ ഓൾ ഇൻഡിവിജ്വൽസ് ഇൻ ദെയർ ഓൺ വേ. അവരാരും ഒരു കോപ്പി കാറ്റല്ല, വേറൊരാളെ ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല ആരും. അവരുടെ കഴിവെന്താണോ അതിനെ മാക്സിമൈസ് ചെയ്യുന്നു. ഇപ്പോൾ ഹനീഷ് ഇസ് വൺ ഓഫ് ദ ഓഫീസേഴ്സ്, ഐ ലൈക്ക് ഹിം വെരി മച്ച്. ഫുൾ ഓഫ് എനർജിയാണ്, ഫുൾ ഓഫ് ഡൈനമിസം ആൻഡ് എനർജിയാണ്, ഗോ ഗെറ്ററാണ്. അതിൻ്റെ അപകടങ്ങളൊക്കെ ഇടയ്ക്ക് കാണിക്കും, റെക്ലെസ് ആണ് ഇത്തിരി, പക്ഷേ ഹീസ് എ ഗോ ഗെറ്റർ. അയാളൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഏൽപ്പിച്ചാൽ യു ക്യാൻ ബി റെസ്റ്റ് അഷ്യൂർഡ് ദറ്റ് ഇറ്റ് ബി ഡൺ ബിക്കോസ് ഈസ് ഫുൾ ഓഫ് എനർജി, ഹീസ് ഫുൾ ഓഫ് കൺവിക്ഷൻ, ഹീസ് ഓപ്റ്റിമിസ്റ്റ്. ഞാൻ ഓരോരുത്തരെ നോക്കി പറയാനായിട്ട്, ഹീസ് ഓപ്റ്റിമിസ്റ്റിക്, ഹി ഹാസ് എ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ഹി സ്റ്റാൻഡ്സ് വിത്ത് ഹിസ് പീപ്പിൾ. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. ആ സബ്ജക്റ്റ് പഠിക്കും. ഹി വാസ് DPI, ഞാനുള്ളപ്പോൾ ഇല്ല, ഞാനുള്ളപ്പോൾ ഉണ്ടോ ഇല്ല, ഹി ഡിഡ് വർക്ക് വിത്ത് മീ. പക്ഷേ ഹനീഷ് ഈസ് വൺ ഓഫ് ദ സക്സസ്ഫുൾ ഓഫീസേഴ്സ് ആൻഡ് ഹാൻഡിൽഡ് വെരി, അങ്ങനെ ഓരോരുത്തരും. സലീം കോഴിക്കോട് കളക്ടറായിരുന്നു, ഗോപാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് മലപ്പുറത്തൊക്കെ കളക്ടറായിരുന്നു. ദിവ്യ ഓഫ് കോഴ്സ് ഈസ് നോൺ ഫോർ ഹെർ ഹ്യൂമൻനെസ് ആൻഡ് എഫിഷ്യൻസി. എല്ലാവരും ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തരുടെ ക്യാരക്ടറാണ് ബ്ലോ അപ്പ് ചെയ്യുന്നത്. സോ യു കനോട്ട് ബി സംബഡി എൽസ്, യു ക്യാൻ ബി യുവർ വെരി ബെസ്റ്റ്. നിങ്ങളുടെ യുണീക്ക്നെസ്സാണ് നിങ്ങളുടെ വാല്യൂ. പിന്നെ ഈ ഇൻ്റർവ്യൂ ബോർഡിനെ പേടിക്കാതിരിക്കുക, എക്സ്പ്രസ് ഫ്രീലി, ദേ ആർ ഓൾ ബെനവലൻറ്റ് പീപ്പിൾ. ഇത് കിട്ടിയില്ലെങ്കിൽ ആരും തല കൊയ്യാനൊന്നും പോകുന്നില്ലല്ലോ, കിട്ടില്ലേ വേണ്ട അത്ര തന്നെ. ഇപ്പോൾ ടെൻഷൻ അടിക്കുന്നത് കാര്യം, ഒരു IAS കിട്ടില്ല എന്ന് പറഞ്ഞാൽ ജീവിതം നശിക്കുമോ? ഓരോ വർഷവും 3.5 ലക്ഷം പിള്ളേർക്ക് കിട്ടുന്നില്ലല്ലോ അല്ലേ? 3 ലക്ഷം പേര് എഴുതുന്നുണ്ടെങ്കിൽ 2,90,000 പേർക്ക് കിട്ടുന്നില്ലല്ലോ, 1000 പേർക്കല്ലേ എല്ലാം കൂടെ കിട്ടുന്നുള്ളൂ. ഈ 2,90,000 പേര് ആർ ദേ വേസ്റ്റ്? നോട്ട് അറ്റ് ഓൾ, ദേ ആർ ഓൾ സക്സസ്ഫുൾ ഇൻ ദിയർ ലൈഫ്സ് ഇൻ ദിയർ ഓൺ വേ. IAS കിട്ടില്ല എന്ന് പറഞ്ഞാൽ ജീവിതം അവസാനിക്കുന്നില്ല. ഇതല്ലെങ്കിൽ വേറെ ലൈഫ് ഹാസ് സംതിങ് കെപ്റ്റ് ഫോർ യു. ജീവിതത്തിൽ ആരും ഒരു പ്രയോജനമില്ലാതെ ഇറങ്ങി വരുന്നില്ല. ദർ ഈസ് സംതിങ് വർത്ത്, നമുക്കുണ്ടത് കണ്ടെത്തുക എന്നുള്ളതേ ഉള്ളൂ. IAS കിട്ടിയാൽ കൊള്ളാം, കിട്ടിയാൽ അവർക്ക് കൊള്ളാമെന്ന് പറയണം, സർവീസിന് കൊള്ളാം എന്നെപ്പോലെ ഒരാളെ കിട്ടിയാൽ. അതാണ്. സോ അപ്യുവർ നിങ്ങളുടെ സ്വയം വർത്തിനെ ഒന്ന് പൊക്കുക. ചോദ്യം എന്തിനെപ്പറ്റിയും വരാം കേട്ടോ, ഈവൻ കണ്ടൻഷ്യസ് ഇഷ്യൂസും വരാം, കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിനെ പറ്റിയും വരാം. അതിനകത്തൊന്നും നമുക്ക് അവരെ സൂചിപ്പിക്കാൻ വേണ്ടി ഉത്തരം പറയേണ്ട കാര്യമില്ല കേട്ടോ. യു ക്യാൻ ഹാവ് യുവർ ഓൺ വ്യൂസ്. നിങ്ങൾക്കിപ്പോൾ കോൺടാക്റ്റ് റൂളൊന്നും ഇല്ല, ഞങ്ങൾക്ക് സർവീസ് കയറിയാലല്ലേ കോൺടാക്റ്റ് റൂളുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ഉത്തരം പിന്നെ ആരെങ്കിലും ചൊടിപ്പിക്കുമോ, അത് ഗവൺമെൻറ്റിനെതിരാകുമോ, കോൺടാക്റ്റ് റൂളിന് നിങ്ങൾക്ക് കോൺടാക്റ്റ് റൂളില്ലല്ലോ, യു ആർ കാൻഡിഡേറ്റ്സ്. അതുകൊണ്ട് കപടമായ ഉത്തരം പറഞ്ഞു കിടന്ന് ഫംബിൾ ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് എന്താണോ വിശ്വാസം അത് പറയലാണ് ശരി. രാഷ്ട്രീയം ചോദിക്കില്ലായിരിക്കും, ബട്ട് ഈവൻ ദെൻ അങ്ങനെയുള്ള കണ്ടൻഷ്യസ് ഇഷ്യൂസ് വന്നാൽ നിങ്ങൾക്ക് എന്താണോ യഥാർത്ഥത്തിലുള്ള അഭിപ്രായം അത് തുറന്ന് പറയണം. അല്ലാതെ അവരെ സൂചിപ്പിക്കാൻ വേണ്ടി വ്യാജമായിട്ട് പറയരുത്. പറഞ്ഞാൽ യു വിൽ ഫംബിൾ ഇൻ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഉള്ളിലുള്ളതേ പറയാവുള്ളൂ, ഉള്ളിൽ നല്ലത് നിറയ്ക്കുക, ആ നല്ലത് കാഴ്ചവെക്കുക. ദാറ്റ് ഈസ് ഓൾ യു ക്യാൻ ഡു. പിന്നെ ഈ പറഞ്ഞ പോലെ സിവിൽ സർവീസിൻ്റെ ഇന്നർ ഡൈനമിക്സ് കുറേയൊക്കെ മനസ്സിലായാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി അതിനുവേണ്ടി അലൈൻ ചെയ്യാൻ സാധിക്കും. ഇഫ് യു ഹാവ് നോ ക്വസ്റ്റ്യൻസ് ഐ ഹാവ് നോ ടൈം. യെസ്, എനിക്ക് ഐ ആം മാൻ ഇൻ എ ഗ്രേറ്റ് ഹറി. യെസ് സർ, ഗ്രാജുവേഷൻ സബ്ജക്റ്റിന് നമ്മൾ എത്രത്തോളം ഫോക്കസ് കൊടുക്കണം പ്രിപ്പറേഷനിൽ? ഇൻ്റർവ്യൂവിൽ നിങ്ങൾ സബ്ജക്റ്റിനെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ ഓൾറെഡി പഠിച്ച് പരീക്ഷയൊക്കെ എഴുതിയില്ലേ, ഫൊർഗെറ്റ് അബൌട്ട് ഇറ്റ്. ഇനി സബ്ജക്റ്റൊന്നും കയറി പിന്നെ ബ്രഷപ്പ് ചെയ്ത് സമയം കളയേണ്ട ഒരു കാര്യമില്ല. യു റീഡ് തിങ്സ് വിച്ച് വിൽ ഇൻസ്പയർ യു, വിച്ച് വിൽ സോർട്ട് ഓഫ് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒന്ന് നേരെയാക്കി എടുക്കാൻ നോക്കുക. മോട്ടിവേഷൻ ബുക്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇപ്പോൾ വായിക്കണം. അല്ല സബ്ജക്റ്റ് ഒന്നും വായിച്ചപ്പോൾ സമയം കളയേണ്ട കാര്യമില്ല. നിങ്ങൾ പരീക്ഷ എഴുതി ജയിച്ചല്ലോ, അറിയാവുന്ന കാര്യങ്ങളൊക്കെ അറിയാം. ഇനിയിപ്പോൾ പുതുതായിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഗ്രാജുവേഷൻ സബ്ജക്റ്റ് നമ്മുടെ ഓപ്ഷനിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആണെങ്കിൽ അതിനെന്താ കുഴപ്പം? അതല്ല, അതൊരു കുഴപ്പമില്ല. എത്രത്തോളം ഫോക്കസ് കൊടുത്ത് പഠിക്കണം, കുറച്ചൊക്കെ റിവൈസ് ചെയ്യണമോ? അല്ല, ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടാണോ? ഇൻ്റർവ്യൂവിന് വേണ്ടി നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്തതെന്നാണ് എൻ്റെ അഭിപ്രായം. ഓഫ്കോഴ്സ് നിങ്ങളിവിടെ വരുന്നത് ബാക്കിയുള്ളവരോട് ചോദിച്ചോളൂ. ഈ പഠിച്ച സബ്ജക്റ്റ് ഒന്നും കയറി ഇനി റിവൈസ് ചെയ്ത് നിങ്ങൾ സമയം കളയേണ്ട ഒരു കാര്യവുമില്ല. വാട്ട് യു ഹാവ് ഓൾറെഡി ലേൺഡ് യു ഹാവ് ഓൾറെഡി റിട്ടൺ ആൻഡ് യു ഹാവ് ഗോട്ട് ദ മാർക്സ്. ആ മാർക്ക് കിട്ടിയതുകൊണ്ടാണ് ഇൻ്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നത്. ഇനി അതൊന്ന് രണ്ടാമത് പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇൻ്റർവ്യൂവിൽ അത് പ്രതീക്ഷിക്കുന്നുമില്ല. ചോദിക്കും, നിങ്ങൾക്ക് അറിയാമെന്നുള്ള പറയും. ചിലത് മറന്നു പോയിട്ടുണ്ടാവും, പരീക്ഷയ്ക്ക് പഠിച്ച് ചിലത് മറന്നു പോയില്ലേ. അതൊന്നും ഇനി പഠിച്ചെടുത്ത് സമയം കളയേണ്ട കാര്യം എന്താണ്? യു ഷുഡ് ബി കോൺസെൻട്രേറ്റിംഗ് ഓൺ അതർ ആസ്പെക്ട്സ്. നമ്മളുടെ റിഫ്ലെക്സ്, നമ്മുടെ പേഴ്സണാലിറ്റി, അതാണിപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ആൻഡ് ഗോ ബിക്കം റീഡ് അപ്പ് തിങ്സ് വിച്ച് വിൽ മേക്ക് യു കോൺഫിഡൻറ്റ്.
അല്ലാതെ ഇപ്പോൾ പഴയ സോഷ്യോളജി ഹിസ്റ്ററി എന്നെടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമില്ല. ഡോണ്ട് വേസ്റ്റ് ഈവൻ എ മൊമെൻറ്റ്. അതൊക്കെ നിങ്ങൾ പഠിച്ചതൊക്കെ അറിയാമല്ലോ. നമുക്ക് ബേസിക് കാര്യങ്ങളൊന്നും നമ്മൾ മറക്കില്ലല്ലോ. ഫൈനർ കാര്യങ്ങളല്ലേ മറന്നു പോവുള്ളൂ. ഇന്നതിൻ്റെ പേര് മറ്റേ തിയറിയുടെ പേരൊക്കെ ചിലവ് മറന്നിരിക്കും. അതിപ്പോൾ ചോദിക്കില്ല. ചോദിച്ചാൽ തന്നെ അറിയാമെന്നുള്ള പറഞ്ഞാൽ മതി. മറന്നുപോയി. മറക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമില്ല. ഇതൊന്നും അങ്ങനെയുണ്ട്. അതിലൊന്നും കാര്യമില്ല. അതൊന്നും ഇനിയിപ്പോൾ പഠിച്ച് സമയം കളയണ്ട. എനിവേ നിങ്ങളിപ്പോൾ ഞാൻ പറയുന്നത് മാത്രം കേൾക്കേണ്ട. യങ്ങർ ജനറേഷൻ കുട്ടികൾ എന്താണ് പറയുന്നത് നമുക്ക് കേട്ടുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് നിങ്ങളത് സബ്ജക്റ്റ് ഒന്നും റിഫ്രഷ് ചെയ്യാനൊന്നും നടക്കണ്ട. യു ഹാവ് ഓൾറെഡി പ്രൂവൺ ദാറ്റ് യു നോ ദ സബ്ജക്റ്റ്. ദാറ്റ് ഈസ് വൈ യു ഹാവ് ബിൻ സെലക്റ്റഡ്. ഇനി നിങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ മാനേജ് ചെയ്തുകൊള്ളുക. അതിന് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ബുക്സ് വായിക്കുക. ബുക്സ് വായിച്ച് നമുക്കൊരു ആത്മവിശ്വാസം തോന്നണം. യു ഷുഡ് ഫീൽ കോൺഫിഡൻറ്റ് that your personality is a congenial personality for the civil service. ഇത് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്താൽ മാത്രം മതി. ഞാനീ പറഞ്ഞ പോലെ യു ഷുഡ് റീച്ച് എ സ്റ്റേജ് വെർ യു തിങ്ക് ഞങ്ങളെടുത്താൽ സർവീസിന് കൊള്ളാം, വേണമെങ്കിൽ എടുത്തോ, എന്നെ കിട്ടിയാൽ ഈ സർവീസിന് കൊള്ളാം, അല്ലെങ്കിൽ എനിക്ക് വേറെ പണിയുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞില്ല നിങ്ങൾക്ക് ചോദ്യം ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കില്ല, എനിക്ക് വേറെ പോകണമെന്ന് എന്ന് പറഞ്ഞ പോലെ ഇതല്ലെങ്കിൽ വേറെ ഒന്ന്. അല്ലാതെ എന്താണ്? അല്ലാതെ മുഴുവൻ കൂടെ ഇതിനകത്ത് കൊണ്ടിട്ട് ഇത് കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. നത്തിങ് ഈസ് ഇന്നവിറ്റബിൾ ഇൻ ലൈഫ്. ഇത് നല്ലത് തന്നെ, മോശമല്ല. കിട്ടിയാൽ വളരെ നല്ലത്, കിട്ടിയില്ലെങ്കിൽ നല്ലത്, കിട്ടിയില്ലെങ്കിൽ കൊള്ളാം എന്ന് പറഞ്ഞ് ഇൻഡിഫറൻ്റ് ആവണമെന്നല്ല. അങ്ങ് ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകേണ്ട ഒരു കാര്യമില്ല. ഒരു വർഷം 3.5 ലക്ഷം പിള്ളേർക്ക് കിട്ടുന്നില്ലല്ലോ, ഇല്ലേ? ഈ വിളിക്കുന്നതിൽ തന്നെ 4-1 കിട്ടുന്നുള്ളൂ, 5-1. 1:3. എത്രയാണ് വിളിക്കുന്നത്? 5 5 ടൈംസ് അല്ലേ? 3 times അത്രയാണ് വിളിക്കുന്നത്. അപ്പം വിളിക്കുന്നതിൽ 2 കിട്ടുന്നില്ലല്ലോ. 3 പേര് പോയാൽ 2 പേർക്ക് കിട്ടുന്നില്ല. അവരൊക്കെ ജീവിക്കുന്നില്ലേ? ഇറ്റ് ഈസ് നോട്ട് എ ടെസ്റ്റ് ഓഫ് യുവർ കോമ്പിറ്റൻസ്. നിങ്ങൾക്ക് സിവിൽ സർവീസിന് പറ്റിയ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന് നോക്കാനാണ്. ഇല്ലെങ്കിൽ വേണ്ട, വേറെ അതിലായിരിക്കും നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ്. ഡു നോട്ട് തിങ്ക് ഈവൻ എ ഫെയിലിയർ ആസ് എ ലാസ്റ്റ് വേർഡ്. IAS കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വേർഡല്ല. ഇറ്റ് ഈസ് എ ബിഗിനിങ്, ഇത് ഫസ്റ്റ് വേർഡ്. വേറെ യാത്രയുടെ തുടക്കമായിരിക്കും. അതിലൊന്നും ഒരർത്ഥമില്ല. ഫേസ് ലൈഫ് വിത്ത് ലോട്ട് ഓഫ് ജോയ്. ഈ ടെൻഷൻ അടിക്കാനൊരു കാര്യമില്ലെന്നുള്ളതാണ്. എനിക്ക് പറയാം, 70 വയസ്സായി എനിക്ക് പറയാം, ഇനി അതൊരു 15 വർഷം ജീവിക്കും. അതുകൊണ്ട് എനിക്ക് പറയാം, നിങ്ങൾക്കങ്ങനെ പറയാൻ പറ്റില്ലായിരിക്കാം. ബട്ട് ഹാവ് എ വെരി ലൈറ്റ് അപ്രോച്ച് ടു ലൈഫ്. അല്ലാതെ ടെൻഷൻ അടിച്ചാൽ തന്നെ നമ്മൾ പറയേണ്ട ഒന്നും നേരെ പറയാൻ പറ്റില്ല. ഈ ലിംഗ്വിസ്റ്റിക് ഫിനസ്സാണ് എനിക്ക് മലയാളികളായ കുട്ടികളോട് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം. അൺലെസ് യു ഹാവ് ബിൻ ട്രെയിൻഡ് ഇൻ ഡൽഹിയിലോ ബോംബെയിലോ ഒക്കെ നിങ്ങൾ പഠിച്ചതല്ല എങ്കിൽ, അവിടെയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കോൺവെർസേഷനിലൂടെ തന്നെയാണ് ഈ പോളിഷിങ് വരുന്നത്. ഇവിടെ നമുക്ക് അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചുകൊണ്ട് കാര്യമില്ല. ആർട്ടിഫിഷ്യൽ അഫക്റ്റഡ് ഇംഗ്ലീഷാണ് ഇവിടുത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നത്. ആ ഇംഗ്ലീഷൊക്കെ മറന്നേക്ക്. കോൺവെർസേഷണൽ ഇംഗ്ലീഷ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ഞാൻ ഈ ഓരോ സ്കൂളിലേക്ക് പോകുമ്പോൾ എനിക്കറിയാം, പിള്ളേരെ ഇങ്ങനെ വേഷം കെട്ടി ഓരോന്ന് എഴുതി കൊടുത്ത്, ജന്മത്തെ കുട്ടി നേരെ ഇംഗ്ലീഷ് പറയില്ല, അഫക്റ്റഡാണ്, മസിൽ പിടിച്ചിട്ടുള്ള ഇംഗ്ലീഷ്. മസിൽ പിടിക്കാതെ ഇംഗ്ലീഷ് പറയാൻ ശ്രമിക്കണം. ഇംഗ്ലീഷ് പറയാൻ പറ്റില്ല, മലയാളം പറഞ്ഞാലും മതി, മസിൽ പിടിക്കരുത്. ഈ പഠിച്ച വിഷയങ്ങൾ വീണ്ടും പഠിക്കലല്ല ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ചെയ്യേണ്ടത്. നേരെ മറിച്ച് ഇൻ്റർവ്യൂവിൽ നമുക്ക് സിവിൽ സർവൻ്റ് ആയിരിക്കാനുള്ള യോഗ്യതയുണ്ടെന്നും അതിനുള്ള പേഴ്സണാലിറ്റി ഉണ്ടെന്നും വരെ ബോധ്യപ്പെടുത്തലാണ് പ്രധാനം. അതുകൊണ്ട് ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ ഒരു ജില്ലയിലോ റവന്യൂ സബ് ഡിവിഷനിലോ വന്നു കഴിയുമ്പോൾ അയാൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അയാൾ എന്തൊക്കെ ചെയ്താൽ നാട്ടുകാർക്ക് ഇഷ്ടപ്പെടും, എങ്ങനെയുള്ള ഉദ്യോഗസ്ഥനെയാണ് നാട്ടുകാർ ആഗ്രഹിക്കുന്നത്, സക്സസ്ഫുൾ ആവുന്നത്. നമ്മുടെ മനസ്സിലൊരു ഉദ്യോഗസ്ഥനെ പറ്റി ഒരു ചിത്രമുണ്ടല്ലോ, അയാൾ ഇതൊക്കെ ചെയ്തെങ്കിൽ നല്ലതായിരുന്നു. അയാൾ എന്തൊക്കെ ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ നമ്മുടെ സ്വഭാവത്തിലുണ്ടോ എന്ന് മാത്രം പരിശോധിക്കുക. ഉണ്ടെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ അത് ബിൽഡപ്പ് ചെയ്യുക. ദാറ്റ് ഈസ് ഓൾ. ഇന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അവിടെ പോയിട്ട് അങ്ങനെ ചിരിക്കണം ഇങ്ങനെ ചിരിക്കണം ഒന്നും പറയണ്ട. യു ഷുഡ് ഹാവ് എ പേഴ്സണാലിറ്റി വിച്ച് ഈസ് സ്യൂട്ടബിൾ ഫോർ എ സിവിൽ സർവൻറ്റ്. സിവിൽ സർവൻറ്റിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സാധാരണ ഒരാൾ വന്ന് ഒരു കാര്യം പറഞ്ഞാൽ, ആവലാതി പറഞ്ഞാൽ അത് കേൾക്കാൻ അയാൾക്ക് കഴിവുണ്ടോ, അയാൾക്ക് അതിനുള്ള മനസ്സുണ്ടോ, ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിലും കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള സാമർഥ്യം അയാൾക്കുണ്ടോ, തൻ്റെ കൂടെ നിൽക്കുന്ന ജീവനക്കാർ പലതരത്തിലുള്ളവരാണെങ്കിലും കഴിവുള്ളവരും കഴിവില്ലാത്തവരുമാണെങ്കിലും അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ലീഡർഷിപ്പ് ക്വാളിറ്റി അയാൾക്കുണ്ടോ. രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് ബ്യൂറോക്രസിക്ക് എതിരാണ് എന്ന് വിചാരിക്കാതെ, രാഷ്ട്രീയ നേതൃത്വം ഉള്ളതുകൊണ്ടാണ് ജനാധിപത്യം നടക്കുന്നതെന്നുള്ള വിശ്വാസത്തോടു കൂടി പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ അയാൾക്ക് സാധിക്കുന്നുണ്ടോ. ഇതൊക്കെയാണ് ഞാനൊരു ഉദ്യോഗസ്ഥനിലെ കഴിവുകളായിട്ട് കാണുന്നത്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ സർക്കാരിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കൂ. സർക്കാരിൻ്റെ കാര്യങ്ങൾ ചെയ്തെടുപ്പിക്കലാണ് നമ്മുടെ ജോലി. അല്ലാതെ നമുക്ക് നയം ഉണ്ടാക്കലോ രാഷ്ട്രീയമൊന്നുമല്ല.
ഗവൺമെൻറ് നമ്മളോട് ചില ജോലികൾ ചെയ്യാൻ പറയുന്നു. അത് അതിൻ്റെ ഉദ്ദേശിച്ച സാമൂഹ്യ ലക്ഷ്യത്തോടു കൂടി ഏറ്റവും ഭംഗിയായി പ്രൊഫഷണലായി നമ്മുടെ ആളുകളെ കൊണ്ട് ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ചെയ്തെടുക്കാനുള്ള പേഴ്സണാലിറ്റി ഇയാൾക്കുണ്ടോ ഇല്ലയോ, അറിവുണ്ടോ ഇല്ലയെന്ന് പരീക്ഷ നിങ്ങൾ എഴുതി പ്രൂവ് ചെയ്തു. ഓഫ് കോഴ്സ് നിങ്ങൾക്കെല്ലാം അറിയാം. ഇനി ഇതിലുള്ള പേഴ്സണാലിറ്റി ഇവിടെ ഉണ്ടോ ഇല്ലയോ. പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ് ഇതിന് പറയുന്നത്, ഇൻ്റർവ്യൂ എന്നല്ല പറയുന്നത്. ഈ പേഴ്സണാലിറ്റി ഇല്ലാത്ത ആളുകൾ, ഈ സ്യൂട്ടബിൾ പേഴ്സണാലിറ്റി ഇല്ലാത്ത ഉദ്യോഗസ്ഥന്മാർ എത്ര മിടുക്കന്മാരാണെങ്കിലും അവരെത്ര വലിയ ശാസ്ത്രജ്ഞന്മാരാണെങ്കിലും പണ്ഡിതന്മാരാണെങ്കിലും സമൂഹത്തിന് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളതും കേരളത്തിൽ നമുക്കറിയാം. ദേ മൈ ബി ബ്രില്യൻറ്റ് പീപ്പിൾ. പക്ഷേ ആളുകളെ കൊണ്ട് നടക്കാനോ ഒരു കാര്യം പരിഹരിക്കാനോ പ്രതികൂല സാഹചര്യങ്ങളിലാണെങ്കിൽ അത് ചെയ്തെടുക്കാനോ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനോ ആളുകളെ കൊണ്ട് നടക്കാനോ മനുഷ്യപ്പറ്റോടുകൂടി തീരുമാനങ്ങൾ എടുക്കാനോ ജനാധിപത്യ മൂല്യങ്ങളോടുകൂടി ഒരു പ്രസ്ഥാനത്തെ കൊണ്ടുപോകാനോ ഒക്കെ ഉള്ള ഒരു പാകത, ഒരു മനസ്സ്, അതാണ് ഒരു സക്സസ്ഫുൾ സിവിൽ സർവൻറ്റിന് വേണ്ടത്. അതുണ്ടോ? അതെല്ലാവരിലും ഉണ്ടാവും. നമ്മളാരും പുറത്തുനിന്ന് വന്നവരല്ലല്ലോ, നിങ്ങളിലും അതുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇൻ്റർവ്യൂവിന് പോകുന്നവരുള്ള ദിവസങ്ങളിൽ ഞാൻ ഇവരോട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, യു ഷുഡ് ഇൻട്രോസ്പെക്റ്റ്. നമുക്കിതിനകത്ത് എന്തെല്ലാം ക്വാളിറ്റി ഉണ്ട്, വല്ലതും ഉണ്ടോ, അതോ നെഗറ്റീവ് ക്വാളിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ ഒരാൾ നമ്മളോട് ഡിസഗ്രി ചെയ്താൽ നമുക്ക് ദേഷ്യം വരും. നമ്മുടെ സർവീസിൽ നമ്മളോട് ഒരുപാട് പേര് ഡിസഗ്രി ചെയ്യും. എല്ലാവരുടെ അടുത്തും നമുക്ക് വഴക്കുണ്ടാക്കാൻ പറ്റുമോ? ജനപ്രതിനിധി നമ്മളോട് ഡിസഗ്രി ചെയ്യും, അങ്ങനെയോട് വഴക്കുണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ ദേഷ്യപ്പെടാൻ പറ്റുമോ? നമുക്ക് ദേഷ്യം വരാതിരിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഹിസ് റൈറ്റ് ടു ഡിസഗ്രി വിത്ത് യു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകാനുള്ള പേഴ്സണാലിറ്റി നമുക്കുണ്ട്. പുതിയ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ പതറിപ്പോകുന്നുണ്ടോ? നമ്മൾ പഠിച്ച കാര്യമല്ല, പക്ഷേ പുതിയ സംഭവമാണ്, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയലല്ല ഒരു സിവിൽ സർവൻ്റ് ജോലി. നമ്മൾ പഠിച്ചെടുക്കുക, 2 ദിവസം കൊണ്ട് തരൂ, ഞാൻ പഠിച്ചെടുത്ത് തരാം, ഞാൻ ചെയ്യാം എന്ന് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഒരു കാര്യം ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒരു പുതിയ അപ്ഹീവലുണ്ടായി, അയ്യോ എല്ലാം തകിടം മറിഞ്ഞു, ഉടനെ നമ്മൾ ദുഃഖപ്പായ വെച്ച് കിടക്കുമോ? വി ഹാവ് ടു ഓവർകം ഇറ്റ്. അതിനുള്ള ലീഡർഷിപ്പ് കൊടുക്കണം. ഇപ്പോൾ ലാൻഡ് സ്ലൈഡ് വന്നു ഒരിടത്ത്, നമ്മളൊരു ലാൻഡ് സ്ലൈഡ് വരുന്ന വിചാരിച്ചില്ലല്ലോ. ലാൻഡ് സ്ലൈഡിൻ്റെ സമയത്ത് എത്തുക എന്നുള്ളതാണ്. അവിടെ പോകുന്നു, യു ബിക്കം ദ ലീഡർ. അവിടെ തഹസിൽദാരെ വിളിച്ചു, ഫയറിനെ വിളിച്ചു, മറ്റവരെ വിളിച്ചു, പഞ്ചായത്ത് മെമ്പറെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചു. യു ഗീവ് റിലീഫ് ടു ദ പീപ്പിൾ. ആരും നമ്മളോട് പറഞ്ഞിട്ടില്ല, ഒരു മാനുവൽ നോക്കിയിട്ടല്ല നമ്മളപ്പോൾ പെരുമാറുന്നത്. മാനുവലൊക്കെ ഉണ്ടാവും, പക്ഷേ ഇൻസ്റ്റൻ്റായിട്ടൊരു ലീഡർഷിപ്പ് നമുക്കുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ് നമുക്കുണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഹൈലൈറ്റ് ചെയ്യുക, അതിനെയൊക്കെ ബിൽഡപ്പ് ചെയ്യുക. നമുക്ക് ചില പേടികൾ ഉണ്ട്, ആശങ്കകളുണ്ട്, ഉൾവലിയാനുള്ള വാസനയുണ്ട്. ഇതിനെയൊക്കെ കൗണ്ടർ ചെയ്യുക ബോധപൂർവം. ഇൻ്റർവ്യൂ ബോർഡ് നിങ്ങളുടെ പേഴ്സണാലിറ്റി മാത്രമേ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവർക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി രൂപപ്പെടുത്തി എടുക്കാനുള്ള ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ. അത് ഇനിയുള്ള ദിവസങ്ങളല്ല, സർവീസിൽ കയറിക്കഴിഞ്ഞാലും അവർ പേഴ്സണാലിറ്റി കീപ്സ് ഓൺ അണ്ടർഗോയിങ് ചേഞ്ചസ്. ഞാൻ 1980 സബ് കളക്ടർ ആകുമ്പോൾ ഉള്ള എൻ്റെ പേഴ്സണാലിറ്റി അല്ല പിന്നെ ഞാൻ പിന്നീട് കളക്ടർ ആകുമ്പോഴോ പിന്നീട് അതിനുശേഷം ഹോം സെക്രട്ടറി ആകുമ്പോഴോ ചീഫ് സെക്രട്ടറി ആവും. എവറി ടൈം ഇറ്റ് അണ്ടർഗോസ് ചേഞ്ച്. നമ്മൾ ജീവിതാനുഭവങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ കറക്റ്റ് ചെയ്ത് പോളിഷ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു എൻഗേജ്മെൻറ്റ് ഇല്ല എങ്കിൽ നമ്മൾ സർവീസിലിരുന്ന് റോട്ട് ചെയ്യും, കയറിയതിനേക്കാൾ മോശമായിട്ട് ഇറങ്ങും. അങ്ങനെയുള്ള എത്ര പേരുണ്ട്. കയറിയപ്പോൾ നല്ലവനായിരുന്നു കേട്ടോ, ഇപ്പോൾ മഹാ യൂസ്ലെസ് ആയിപ്പോയി എന്ന് പറഞ്ഞാൽ എത്ര ഉദ്യോഗസ്ഥന്മാരെ നമുക്കറിയാം. പണ്ട് നല്ല ബ്രൈറ്റ് ഫെലോ ആയിരുന്നു കേട്ടോ, ഇപ്പോൾ ഈ യൂസ്ലെസ്. ആളുകൾ പെട്ടെന്നുള്ള നമ്മൾ എഴുതി തള്ളുന്നത്. യു ഹാവ് ടു കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ആൻഡ് എൻഗേജ് യുവർസെൽഫ് എന്ന് പറഞ്ഞ പോലെ ഈ പേഴ്സണാലിറ്റി ടെസ്റ്റിലും നിങ്ങൾ നമ്മുടെ മനസ്സിനെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ മനോഭാവങ്ങളെ പുട്ട് ഇറ്റ് അണ്ടർ എ സ്കാനർ ആൻഡ് ഇംപ്രൂവ് ഇറ്റ്. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഏത് ചോദ്യം ചോദിച്ചാലും പതറരുത്. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ഉള്ളതെന്ന് ഇപ്പോൾ ബാധകമല്ല. യു ആർ നോട്ട് ഇൻ ദ സർവീസ്, യു ആർ ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ്സ്. ഈ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം രാഷ്ട്രീയമായിട്ട് ശരിയാണോ അല്ലയോ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ബി ബ്രേവ്, കൃത്യമായിട്ട് പറയുക. പക്ഷേ എന്ത് പറഞ്ഞാൽ അത് ഡിഫെൻഡ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കുക. അതിന് വ്യത്യസ്തമായൊരു അഭിപ്രായം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനും അത് ശരിയാണെന്ന് തോന്നിയാൽ സ്വീകരിക്കാനുമുള്ള റെസിലിയൻസ് നിങ്ങൾക്കുണ്ടാവണം. അല്ലാതെ അഭിപ്രായം ഇരുമ്പോലൊക്കെ അല്ല. ഈ ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. ആ പേഴ്സണാലിറ്റി ഉണ്ടോ ഇല്ലയെന്ന് മാത്രമേ അവർ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ബിൽഡ് ദിസ് പേഴ്സണാലിറ്റി ആൻഡ് ഫേസ് ദ ഇൻ്റർവ്യൂ വിത്ത് കോൺഫിഡൻസ്. ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ വേറെ എന്തോ ജീവിതം നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്, അത്ര. ദിസ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ലൈഫ്. കിട്ടിയാൽ നല്ലത് നിങ്ങൾക്കല്ല, ഞാൻ പറയുന്നത് സർവീസിന് നല്ലതാണ്. ഞങ്ങളെ വേണമെങ്കിൽ എടുത്തോ. യു ആർ എ ബ്രൈറ്റ് പേഴ്സൺ ആൻഡ് ഐ എം വില്ലിംഗ് ടു ഓഫർ മൈ സർവീസ് ടു ദ സ്റ്റേറ്റ്. നിങ്ങളെടുത്ത സ്റ്റേറ്റിനെ കൊള്ളാം. ഇത് നമുക്ക് നമ്മളെപ്പറ്റി ഒരു അഭിമാനം വേണം, കേട്ടോ, ഒരു ബോധം വേണം. യു ആർ എ കോമ്പിറ്റൻറ്റ് പേഴ്സൺ. ഇതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. എന്നെ കിട്ടിയ ഗവൺമെൻറ്റിന് കൊള്ളാം, കേട്ടോ.
നിങ്ങൾ ചോദിക്കാതിരിക്കുന്നത് വളരെ തെറ്റാണ്. ഇത് വീട്ടിൽ ഈ വരുന്നവരെ മുഴുവൻ നിങ്ങൾ ഡിസപ്പോയിൻ്റ് ചെയ്യിക്കും. ചില കാൻഡിഡേറ്റ്സിന് 200+ഉം ചിലർക്ക് ഒരു 130, 120 റേഞ്ചിലൊക്കെ മാർക്ക് അത്രയും ഡിഫറൻസ് വരാൻ കാരണം എന്തെങ്കിലുമൊക്കെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പേഴ്സണാലിറ്റിയിൽ ഫ്ലോ ഉണ്ടാവും. ഒരുപാട് ഒരു ഭയമാണ് വരുന്ന കുട്ടികൾക്ക് ഒരുപാട് പേര് ഇരിക്കുന്നത്. ചിലർ ഓവർ എന്തൂസിയാസ്റ്റിക്കായിട്ട് ഇൻ്റർവ്യൂ ബോർഡിനെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഉള്ള കോൺട്രഡിക്ഷൻസ് മുഴുവൻ എഴുന്നള്ളിക്കും. ഇവരെ ഇമ്പ്രസ് ചെയ്യാനേ നോക്കരുത്, ചോദിക്കുന്നതിന് പറഞ്ഞാൽ മതി. ഇത് ചോദിക്കുന്നതിനപ്പുറവും കൂടി പറഞ്ഞ് ഇല്ലാത്ത കോൺട്രഡിക്ഷനൊക്കെ കാഴ്ചവെച്ച് ഇറങ്ങാൻ നേരത്ത് നമ്മൾ ഹി സീംസ് ടു ബി കൺഫ്യൂസ്ഡ്. തീർന്നത്. അപ്പോൾ 160 മാർക്ക് കിട്ടേണ്ട ഉടനെ 130 ഇല്ലേ? ഫെലോ സീംസ് ടു ബി കൺഫ്യൂസ്ഡ്. അയാൾ ഇംഗ്ലീഷിൻ്റെ ബലത്തിൽ നിൽക്കുകയാണ്. അതൊക്കെ നമ്മൾ അപ്പോഴേ പറയും. ചിലർ അധികം ആ കുട്ടി പറഞ്ഞില്ലെങ്കിലും സീംസ് ടു ബി സൗണ്ട് കാൻഡിഡേറ്റ്. ഇതാണ് നമ്മൾ, ദിസ് ഈസ് ദ ഇംപ്രഷൻ ദാറ്റ് യു ഷുഡ് ലീവ്. നമ്മൾ ഇൻ്റർവ്യൂ ബോർഡിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറയാണ് ഇറ്റ്സ് വെരി സൗണ്ട് കാൻഡിഡേറ്റ് എന്ന് എല്ലാവരും തലകുലുക്കി കഴിയുമ്പോഴത്തേക്ക് 180 കൊടുക്കാം. 180 വേണ്ട, 175 ആവാം. ഓക്കെ, ചെയർമാൻ മാത്രമേ മാർക്ക് ഇട്ടുള്ളൂ കേട്ടോ. നമ്മളെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഉള്ളത് PSC മെമ്പർ മാത്രമേ, ബോർഡിൻ്റെ ചെയർമാൻ മാത്രമേ മാർക്ക് ഇട്ടുള്ളൂ. നമ്മൾ പെൻസിൽ കൊണ്ട് കുറിച്ച മാർക്ക് പോലെ അവിടെ വെച്ചിട്ട് പോകണം. പേപ്പർ എടുത്തോണ്ട് പോകാൻ പാടില്ല വെളിയിൽ. അത്ര സ്ട്രിക്റ്റാണ് UPSC. നമ്മൾ സ്ക്രിബിൾ ചെയ്തിട്ടുള്ള മാർക്കുണ്ടാവും. അല്ലെങ്കിൽ അത് കൊള്ളാം ഇത് കൊള്ളാം എന്നൊക്കെ അതൊന്നും അവിടെ എടുത്തുകൊണ്ട് വരാൻ പാടില്ല. അത് നമ്മൾ വെളിയിൽ കൊണ്ട് ആരെങ്കിലും കാണിച്ചാലോ അതുവരെ അവിടെ വെച്ചിട്ട് പോകണം എന്നാണ് UPSCയുടെ റൂൾസ്. അതാണ് ഞാൻ പറഞ്ഞു UPSC ഇസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഓർഗനൈസേഷൻസ്. ഞാനവിടെ UPSC ചെയർമാൻ സെക്രട്ടറി ആയിരിക്കും ചെയ്യുമ്പോൾ ഇവിടുന്ന് ഒരാളെന്നെ വിളിച്ചു. അല്ല, ഇന്ന് അവിടെ IAS ഇൻ്റർവ്യൂ നടക്കുകയല്ലേ. ഞാൻ പറയാതെ നമ്മുടെ ഒരു കാൻഡിഡേറ്റ് ഉണ്ട് കേട്ടോ, ഒന്ന് പറഞ്ഞേക്കണേ. ഞാൻ പറയും ഞാൻ ഈ ഫോൺ ഇപ്പോൾ ഡിസ്കണക്ട് ചെയ്യണം, കാരണം ഇങ്ങനെ ഒരു വിളിച്ചു എന്ന് പറയാം എൻ്റെ ജോലിയും പോകും, നിങ്ങൾ അകത്തും ആവും. കാരണം ഇവിടെ ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇത് മാത്രമല്ല, ആ ഏത് കാൻഡിഡേറ്റ് ഏത് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പാകെ പോകുന്നു എന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് അവിടുത്തെ സിസ്റ്റം. 5 ബോർഡുണ്ടെങ്കിൽ ഈ കാൻഡിഡേറ്റ്സ് 20 പേരുടെ ലിസ്റ്റ് എടുത്ത് 5 എൻവലപ്പിലാക്കി, ബ്ലാങ്ക് എൻവലപ്പിലാക്കി രാവിലെ UPSC ചെയർമാൻ്റെ കയ്യിൽ, എക്സാമിനേഷൻ കൺട്രോളർ ഞാനാണെങ്കിലും ഒരു കോൺഫിഡൻഷ്യൽ വേറൊരു പാർട്ടിയുണ്ട് നമ്മുടെ കയ്യിൽ, അയാൾ കൊണ്ട് UPSC ചെയർമാൻ്റെ കൊടുക്കുമ്പോൾ ഇയാൾ ഷഫിൾ ചെയ്തിട്ട് 1 2 3 4 5 എന്ന് എഴുതി കൊടുക്കും. ഫസ്റ്റ് ബോർഡ്, സെക്കൻഡ് ബോർഡ്, തേർഡ് ബോർഡ്, ഫോർത്ത്. ഏത് പേപ്പർ ഏത് ബോർഡിൽ പോയെന്നുള്ള അങ്ങേർക്ക് പറഞ്ഞുകൂടാ, നമുക്ക് പറഞ്ഞുകൂടാ, ആർക്കും പറഞ്ഞുകൂടാ. ബോർഡ് തുറക്കുമ്പോഴാണ് ബെല്ലടിച്ചിട്ട് ഇന്ന കാൻഡിഡേറ്റിനെ വിളിക്കാൻ പറയും. ഓൾ കാൻഡിഡേറ്റ്സ് ആർ സിറ്റിംഗ് ഇൻ ദ സർക്കുലർ റൂമിനകത്തിരിക്കുകയല്ല, വട്ട റൂമാണ്. നമ്മളൊരു വർഷം ഇവിടെ ഇരുന്ന്. അപ്പോൾ അതുകൊണ്ട് നോബഡി നോസ് ഇന്ന കാൻഡിഡേറ്റ് ഇന്നടത്താണ് പോകുന്നതെന്നോ അവിടെ എക്സ്പെർട്ടിനാരാണ് നോബഡി നോസ്, ആർക്കും അറിഞ്ഞുകൂടാ. അതാണ് സിസ്റ്റം. അവിടെ നടപ്പോഴാണ് ശുപാർശ. കാൻഡിഡേറ്റ് വന്നിട്ട് ഒന്ന് പറഞ്ഞേക്കണേന്നാണ് ഏറ്റവും. ഞാൻ പറഞ്ഞു ഈ ഫോൺ നിങ്ങൾ വിളിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അകത്തു പോകും, എനിക്ക് ജോലിയും പോകും. അതുകൊണ്ട് അതാണ് സ്ഥിതി. സോ ഹാവ് ഫെയ്ത്ത് ഇൻ UPSC. ഇറ്റ്സ് എ വെരി ഫെയർ ഇൻ്റർവ്യൂ. പിന്നെ ദിവസവും ഒരു ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ ഇവിടെ. UPSC അല്ല, ഈ IAS മാത്രമല്ലല്ലോ, 100 എല്ലാ ദിവസവും ഇൻ്റർവ്യൂ അല്ലേ. പ്രധാന ജോലികളിലേക്കും റിക്രൂട്ട്മെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ എന്തെല്ലാം സർവീസുകൾ. അപ്പോൾ ഇവരെല്ലാം എക്സ്പേർട്സാണ്. അവരെ ബ്ലഫ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഇവരുടെ ജോലി 5 വർഷവും 6 വർഷവും ഈ ഇൻ്റർവ്യൂ നടത്തലാണ്. ദേ ആർ എക്സ്പേർട്സ്. ആ ചെയർമാൻ ഇരിക്കുന്ന ബോർഡ് മെമ്പർക്ക് അറിയാം. അപ്പോൾ ദ റെസിഡുവൽ ഇമേജ് ദാറ്റ് യു ഷുഡ് ലീവ് ഈസ് ദാറ്റ് ഹിയർ ഇസ് എ ഗുഡ് കാൻഡിഡേറ്റ്, അവൻ കൊള്ളാം, ഈ കുട്ടി കൊള്ളാം, നൈസ്, നമ്മുടെ ജോലിക്ക് ഇയാളൊരു അസറ്റാണ് എന്ന് തോന്നണമെങ്കിൽ യു ഷുഡ് ബിഹേവ് ലൈക്ക് വൺ. അതാണ് ഞാൻ പറയാം. അതിന് വേണ്ട അനുരൂപമായ പേഴ്സണാലിറ്റി ഉണ്ട്, എനിക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുക. സെലക്റ്റഡ്. നമ്മൾ ഇറങ്ങി പോകുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവർ തങ്ങളിൽ പറയും ഗുഡ് കാൻഡിഡേറ്റ്, കൊള്ളാം എന്ന് പറയത്തക്ക ജോലി ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഒരുപാട് പറയിച്ചങ്ങനെ പൊക്കും, കംപ്ലീറ്റ് ബ്ലണ്ടർ പറയിക്കുകയാണ് കേട്ടോ. ഇറങ്ങുമ്പോൾ നമ്മൾ വരെ ബെസ്റ്റായിരിക്കും കേട്ടോ, എനിക്ക് കിട്ടും, താഴെ ആയിരിക്കും 100 മാർക്കായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ബ്ലഫ് ചെയ്യാതിരിക്കുക. ഡു നോട്ട് സേ എനിത്തിങ് വിച്ച് യു ഡോണ്ട് ബിലീവ്. ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. എല്ലാവരെയും നോക്കിയിട്ട് ഒരു ആൻസർ പറയുമ്പോൾ എല്ലാ മെമ്പേഴ്സിനെയും ഒരേ സമയം ഒരാളെ കോൺസെൻട്രേറ്റ് ചെയ്യുക, ബാക്കിയുള്ളവരെ അവഗണിക്കാതിരിക്കുക. നമ്മളെല്ലാവരും നോക്കി ഇങ്ങനെ പറഞ്ഞാൽ കഴുത്തിന് കൊളുത്ത് വീഴും. ഇവിടെ യു ഫോക്കസ് ഓൺ വൺ പേഴ്സൺ ഹു എവർ ആസ്ക് ദ ക്വസ്റ്റ്യൻ. ഒരാളല്ലേ ചോദിച്ചത്, പ്രൈമറി ഫോക്കസ് അയാളിൽ കൊടുക്കുകയും മറ്റുള്ളവരെ എൻഗേജ് ചെയ്യത്തക്ക രീതിയിൽ ഒക്കേഷണൽ ഐ കോണ്ടാക്ട് കൊടുക്കുകയാണ്. സോ ദാറ്റ് എവരിബഡി ഫീൽസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ പ്രൈമറിലി യു ആൻസർ ടു ദി ക്വസ്റ്റ്യൻ, ചോദിച്ച ആളിന് തന്നെ ഉത്തരം കൊടുക്കുക. പക്ഷേ മറ്റുള്ളവരെ മുമ്പിൽ നോക്കാതിരിക്കരുത്. 1 to 1 അല്ല, പക്ഷേ പ്രൈമറി ഫോക്കസ് അയാൾക്ക് തന്നെ. 50% ഓഫ് ദ ടൈം യു ആൻസർ ടു ഹിം വിത്ത് എൻഗേജിങ് അതേഴ്സ് ഇൻ
അതർ ടൈംസ്. അതൊക്കെ സ്വാഭാവികമായിട്ട് വരേണ്ടതാണ് കേട്ടോ. ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും പറയാതിരുന്നാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ആർട്ടിഫിഷ്യലായിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിയുമ്പോഴാണ് പിന്നെ നമുക്ക് ടെൻഷനാണ്. അത് പിടിക്കുമോ, കോൺട്രഡിക്ഷൻ പറഞ്ഞു ഇനി അത് പിന്നെ അതാണ് ചിന്ത. ഞാൻ അങ്ങനെ പറഞ്ഞത് പൊളിയാതിരിക്കണമെങ്കിൽ ഇങ്ങനെ പറയണമല്ലോ. അപ്പോൾ പറച്ചിൽ കംപ്ലീറ്റ് പോയി. ബി നാച്ചുറൽ, ബി ഓണസ്റ്റ്. ഒരു കാര്യവും നമ്മൾ വിശ്വസിക്കാത്ത കാര്യം പറയരുത്, ബ്ലഫ് ചെയ്യരുത്. ബ്ലഫ് ചെയ്യേണ്ട ആവശ്യം വരാത്ത രീതിയിൽ പേഴ്സണാലിറ്റിയെ മാറ്റിയെടുക്കണം. എന്തിനാണ് ബ്ലഫ് ചെയ്യുന്നത്? നമ്മളിൽ എന്തോ ഒന്ന് അവൻ അറിയാതിരിക്കണം നമുക്ക്. അതിന് വേണ്ടിയിട്ടാണല്ലോ ബ്ലഫ് ചെയ്തത്. അതിൽ ആ അവസ്ഥ ഉണ്ടാകാതിരുന്നാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്. സിവിൽ സർവീസിന് അനുരൂപമെന്ന് തോന്നുന്ന പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ റിയാക്ഷൻസ് കറക്റ്റായിരിക്കും. പിന്നെ ഇതിനകത്ത് 100% ഒരു ഇൻ്റർവ്യൂവിന് ആർക്കും കിട്ടുന്നില്ല. പീപ്പിൾ ഡു മേക്ക് മിസ്റ്റേക്സ് ആർ ഓൾസോ നാച്ചുറൽ. ഇത്രയും പേര് പങ്കെടുക്കുന്നതിനകത്ത് വി ഓൾസോ മൈറ്റ് മേക്ക് മിസ്റ്റേക്സ്. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മളെന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഈ ജോലിക്ക് കൊള്ളാം എന്നവന് തോന്നണം. അത്രയേ ഉള്ളൂ. അത് വെർബൽ നോൺ വെർബൽ സിഗ്നൽസിലൂടെ ഒക്കെ തന്നെ നമുക്ക് എമിറ്റ് ചെയ്യാൻ സാധിക്കും. വെർബൽ മാത്രമല്ല, നമ്മൾ ചോദ്യം ചോദിച്ചു അതിന് ഉത്തരം പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ ഡെമനർ, നിങ്ങളുടെ പ്ലസൻറ്റ്നെസ്, നിങ്ങളുടെ ഓപ്റ്റിമിസം, ഇറ്റ് ഷുഡ് ഓൾ കം ഔട്ട് ത്രൂ യുവർ ഫേസ്, യുവർ ഐസ്, യുവർ ബോഡി ലാംഗ്വേജ്, യുവർ ആ ഇൻ്റർവ്യൂ ബോർഡിനോടുള്ള നിങ്ങളുടെ ഇരിപ്പിലൂടെ വ്യക്തമാകുന്ന ഒരു റിലേഷൻഷിപ്പ് എല്ലാം ഉണ്ട്. ഇവർക്കിതെല്ലാം അറിയാം. കാണുമ്പോൾ അറിയാം നിങ്ങൾ അന്തം വിട്ടിരിക്കുകയാണോ, ഇത് ഈ പണ്ടാരം തീർത്ത് എങ്ങനെയും വീട്ടിൽ പോയാൽ മതിയായിരുന്നു പറഞ്ഞിരിക്കുകയാണോ. മനസ്സിലായില്ലേ? യവന്മാർ ശരിയാവുമെന്ന് തോന്നണില്ലല്ലോ. നമ്മളുടെ മനസ്സിലുള്ള എന്താണെന്നൊക്കെ ഊഹിക്കാൻ വലിയ വിഷമമൊന്നുമില്ല. അപ്പോൾ ഹാവ് എ വെരി പ്ലസൻറ്റ് ഡിസ്പൊസിഷൻ, ദാറ്റ് മാറ്റേഴ്സ്. അത് ഇനീഷ്യലായിട്ട് തന്നെ 10 മാർക്ക് താനേ വരും. നമ്മളൊരു അൺലൈക്ക് എ വെരി മൊറോസ് ആയിട്ട് ഇൻ്റർവ്യൂവിലിരിക്കുന്ന ആളിനെക്കാളും പ്ലസൻ്റായിട്ടിരിക്കുന്ന ഒരാളിന് ഇനീഷ്യൽ അയാൾക്ക് ഹെഡ് വേ കിട്ടും. ബിക്കോസ് ദ ബോർഡ് സ്റ്റാർട്ട്സ് വിത്ത് എ കൺജീനിയൽ ഫ്രെയിം ഓഫ് മൈൻഡ്. ബോർഡിൻ്റെ തുടക്കം തന്നെ ഒരു ലൈറ്ററായിട്ടുള്ള ചോദ്യത്തിലൂടെ തുടങ്ങും. വളരെ മൊറോസായിട്ടിരിക്കുന്ന ഒരാളിനോട് ഹെവി ആയിട്ടുള്ള ചോദ്യമായിരിക്കും ആദ്യം വരിക. സോ ബി പ്ലസൻറ്റ്. ഇവരൊരു ശത്രുപക്ഷത്ത് കാണേണ്ട കാര്യമില്ല. ഇവൻ നമ്മളെ വെട്ടാൻ വന്നിരിക്കുകയല്ല, നമ്മൾ എടുക്കാൻ വന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞ് ഇന്നാൾ ഒരു സ്കൂളിൽ എന്ന് പറഞ്ഞ് ഇൻഫോർമൽ ആവണം എന്നല്ല ഞാൻ പറയുന്നത്. ഇന്നാളൊരു സ്കൂളിൽ പ്രസംഗിക്കാൻ പോയി. വലിയ സ്കൂളാണ് ഇവിടുത്തെ. അപ്പോൾ ഈ പണ്ട് അച്യുതാനന്ദൻ്റെ അടുത്ത് 22 വയസ്സുള്ളൊരു പെൺകുട്ടി മിസ്റ്റർ അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ് മൈക്ക് വെച്ചതിനെ പറ്റിയൊക്കെ ആളിങ്ങനെ പറയുന്നത് പോലെ എല്ലാവർക്കും ഇങ്ങനെ സമ്മാനമൊക്കെ കൊടുക്കുകയാണ്, സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഒരു പയ്യൻ താടിയൊക്കെ വെച്ച് ഉഷാൻ താടിയൊക്കെ വെച്ചിട്ട് പയ്യൻ വന്നിട്ട്, ഞാൻ ചീഫ് ഗസ്റ്റാണ്, ഹായ് ഇടത്തേക്ക് കൊണ്ട് കൈ നീട്ടി, വലത്തേക്ക് കൊണ്ട് ഹായ് പറഞ്ഞു, ഇടത്തേക്ക് കൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി. നന്നായിരിക്കട്ടെ, നന്നായി വരട്ടെ, കാരണം ഏത് ഇൻ്റർവ്യൂവിന് പോയാലും ശോഭിക്കും ഇങ്ങനെയാണെങ്കിൽ എന്ന് ഞാൻ മനസ്സിൽ പോയി കരുതി. ദർ ഇസ് സർട്ടൻ ഡെക്കോറം. നമ്മൾ ചീഫ് ഗസ്റ്റായിട്ട് നിൽക്കുന്നു, അവനെന്തോ സമ്മാനം കൊടുത്തതാണ്. എല്ലാ കുട്ടികളും വന്നിങ്ങനെ തൊഴണ്ട, എന്നാൽ കൈനീട്ടി വാങ്ങിച്ചുള്ളൂ. ഈ ഹായ് അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ സ്റ്റേജിൽ? അപ്പം അങ്ങനെയൊന്നും അടിച്ചു കളയരുത് കേട്ടോ. ഹായ് ബഡീസ്, ഹായ് ഫോക്സ് എന്നൊന്നും അടിച്ചു കളയരുത്. അത്രത്തോളം ഇൻഫോർമാലിറ്റി ആയിട്ടില്ല. ബട്ട് ബി പ്ലസൻറ്റ് ആൻഡ് റിലാക്സ്ഡ്. പ്ലസൻറ്റ് ആൻഡ് റിലാക്സ്ഡ് ആൻഡ് കോൺഫിഡൻറ്റ്. നമുക്ക് മറച്ചു വയ്ക്കാൻ ഒന്നുമില്ലെങ്കിൽ കോൺഫിഡൻസിന് വല്ല കുറവുണ്ടോ? നമ്മുടെ ലളിത ജീവിതം. അയ്യോ മണി 11. അതിലെല്ലാം ഉണ്ട്. ഞാനതൊരു ഒരുപാട് തവണ ആ പുസ്തകം നന്നാവാൻ കാരണം എന്തെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഐ ബിലീവ്. ഞാൻ എന്താ വെച്ചാൽ അതിൽ ആദ്യം ചെയ്തത് എൻ്റെ വീട്ടിൽ 3 മാസമായിട്ട് ഉപയോഗിക്കാത്ത എല്ലാ സാധനവും ഒഴിവാക്കി. വളരെ ചെറിയൊരു പുസ്തകം, വളരെ മനോഹരമായ പുസ്തകം. നിങ്ങൾക്ക് ഏത് കോൺഫിഡൻസ് ഇല്ലാത്തൊരു അന്തരീക്ഷത്തിലും യു വിൽ ബി കോൺഫിഡൻറ്റ്.